മാംഗല്യം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. വർഷങ്ങളായിട്ടുള്ള ശീലമായതുകൊണ്ട് തന്നെ എന്നും എഴുന്നേൽക്കുന്ന സമയമായപ്പോൾ തനിയെ അങ്ങ് എഴുന്നേറ്റു. ഇത്രയും വയ്യാതിരിക്കുമ്പോഴും ഇന്നലെ അങ്ങനെ ജോലി ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആകെ ഒരു ഈർച്ചകേടുണ്ട് ശരീരത്തിന്. എന്നിട്ടും അവൾ മെല്ലെ എഴുന്നേറ്റു. ഇന്നലെ കിടക്കാൻ നേരത്ത് കയ്യിൽ കെട്ടിയിരുന്ന സ്ലിങ് അഴിച്ചു വെച്ചിട്ടാണ് കിടന്നത്. പക്ഷേ എഴുന്നേൽക്കുന്നതിൻ്റെ ആ ഒരു ധൃതിയിൽ കയ്യിലെ മുറിവോ വേദനയോ ഒന്നും ആലോചിച്ചില്ല. വലത് കൈ തന്നെ കുത്തി എഴുന്നേറ്റതും പ്രാണൻ പോകുന്ന പോലെ ഒരു വേദനയാണ് തോന്നിയത്. അമ്മേ! എഴുന്നേറ്റത്തിലും വേഗത്തിൽ കിടന്നുകൊണ്ട് കൈ അവൾ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. നന്നായി റെസ്റ്റ് എടുത്താൽ 4-5 ദിവസത്തിനുള്ളിൽ വേദന പൂർണ്ണമായി മാറുമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷേ ആദ്യ ദിവസം തന്നെ എല്ലാം തെറ്റി. പിന്നെ ഈ മുറിവ് കൊണ്ടുണ്ടായ ആകെ ഒരു ഗുണം ഏട്ടൻ തന്നെയും പരിഗണിക്കാൻ തുടങ്ങി എന്നതാണ്. അവളുടെ മുഖമൊന്ന് വിടർന്നു. ഇക്കണ്ട കാലം ഇത്രയും ഈ വീട്ടിൽ താനെന്നൊരു വ്യക്തിയുണ്ടോ എന്നുപോലും ഏട്ടൻ അറിയില്ലായിരുന്നു. ആകെ അറിഞ്ഞത് ഇന്ദ്രേട്ടന് കാശിന് ആവശ്യം വരുന്ന സമയങ്ങളിലായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്നലെ ഏട്ടൻ തന്നോട് സംസാരിച്ചു, ചേർത്ത് പിടിച്ചു. എല്ലാത്തിലും ഉപരിയായി തൻ്റെ മുറിവിലും വേദനയിലും തനിക്കൊപ്പം തന്നെ ആ പാവത്തിനും വേദനയുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ താൻ അതൊക്കെ ചെയ്തതിന് അമ്മയെ അത്രയും വഴക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം, ഏട്ടൻ എവിടെയോ ജോലിക്ക് പോകാൻ തുടങ്ങിയെന്ന്. ഇതിനു മുന്നേയും ആള് ജോലിക്ക് പോയിട്ടുണ്ട്. പക്ഷേ കിട്ടുന്നതിൻ്റെ ഒപ്പം കടം വാങ്ങി കൂടിയായിരുന്നു കൂടി. പിന്നെ അത് കഴിഞ്ഞുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെയും. പക്ഷേ ഇന്നലെ ആദ്യമായി ജോലിയുടെ ശമ്പളം കിട്ടിയതാനും എന്ന് പറഞ്ഞ് ഏട്ടൻ വീട്ടിലേക്ക് അരി സാധനങ്ങൾ ഒക്കെ കൊണ്ടുവന്നു. ഈ കിടപ്പ് കിടന്നപ്പോൾ താൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചതും വിഷമിച്ചതും തൻ്റെ അടുക്കളയെപ്പറ്റിയായിരുന്നു. പിന്നെ താൻ മാത്രം ആശ്രയമായ തൻ്റെ മിണ്ടാപ്രാണികളെ പറ്റിയും. ഇന്നലെ രാവിലത്തെ അമ്മയുടെ രീതിയും പടുതിയുമൊക്കെ വെച്ച് ഏതാണ്ട് തൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെടുത്ത ഇന്നലെ ദൈവമായി ഇന്ദ്രേട്ടൻ കയറി വന്നത്. രാവിലെ തന്നെ കൊണ്ട് അത്രയും ജോലി ചെയ്യിപ്പിച്ചതിന് അമ്മയെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. അത്രയ്ക്കും കണ്ണുപൊട്ടുന്ന ചീത്തയായിരുന്നു വിളിച്ചത്. ആദ്യമൊക്കെ അത് കേട്ടിട്ട് സന്തോഷം തോന്നിയെങ്കിലും സത്യം പറഞ്ഞാൽ കുറെ കഴിഞ്ഞ് തനിക്ക് പോലും സങ്കടം വന്നു ഏട്ടൻ്റെ വർത്തമാനം കേട്ടിട്ട്. അവസാനം താനായിട്ട് പറഞ്ഞു നിർത്തിയപ്പോഴാണ് ഏട്ടൻ അമ്മയെ ഒന്ന് വെറുതെ വിട്ടത്. അങ്ങനെ ഓരോന്നാലോചിച്ച് കിടന്നതും തൊഴുത്തിൽ നിന്നും പൂവാലിയുടെ നീട്ട ശബ്ദം കേട്ടു. രാവിലെ അവളെ വൃത്തിയാക്കി പാല് കറക്കുന്ന സമയമായി. എന്തു ചെയ്യുമെന്നാലോചിച്ച് ഇത്തിരി നേരം കൂടി കിടന്നതും പിന്നെയും അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ കിടക്കാൻ തോന്നിയില്ല. ആവും പോലെയൊക്കെ പാല് കറക്കാം എന്നുള്ള തീരുമാനത്തിൽ തന്നെ എഴുന്നേറ്റു. സാധാരണ യന്ത്രം പിടിപ്പിച്ച പോലെ പായുന്നവൾ അത്രയും പതിയെയാണ് കട്ടിൽ നിന്നിറങ്ങിയതും പുറത്തേക്ക് നടന്നതും. അടുക്കള ഭാഗത്തെത്തി അടുക്കളയിലെയും പുറകിലെയും ലൈറ്റ് വീണതും പൂവാലി നീട്ടിക്കരയുന്ന നിർത്തി. അടുക്കളയിൽ നിന്നും 2 പടി താഴെ ഇറങ്ങി വേണം പുറത്തേക്കിറങ്ങാൻ. അവൾ മെല്ലെ പിടിച്ച് പതിയെ താഴേക്കിറങ്ങി ചായ്പിൽ ഉണങ്ങാനിട്ടിരുന്ന ഒരു തോർത്തെടുത്ത് വീശിക്കുടഞ്ഞ് തോളത്തേക്കിട്ടു. സാധാരണ കിണറ്റിൽ നിന്നും ഒരു തൊട്ടി വെള്ളം കോരിയാണ് മുഖത്തേക്കൊഴിക്കുക. ഇന്ന് അതിനൊന്നും വയ്യാത്തതുകൊണ്ട് അമ്മ കോരി വെച്ചതിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് മുഖവും വായും കഴുകി തോളിൽ കിടന്ന തോർത്തിൻ്റെ തുമ്പും കൊണ്ട് മുഖം തുടച്ച് അത് വെച്ച് തന്നെ കഴുത്തും ചെവിയും മറയുന്ന പോലെ കെട്ടിക്കൊണ്ട് പതിയെ പൂവാലിയുടെ അടുത്തേക്ക് ചെന്നു. പാവം പ്രതീക്ഷയോടെ ഇങ്ങോട്ട് തന്നെയാണ് നോക്കി നിൽക്കുന്നത്. ഇനിയൊരു പക്ഷേ ഇന്നലത്തെ പോലെ അവൾക്ക് വേദനിച്ച് മാറുമ്പോൾ ആകുമോ താൻ പാല് കറക്കാൻ വേണ്ടി ചെല്ലുക എന്ന് ഭയന്നിട്ടുണ്ടാവും. തന്നെ കണ്ടതും അവളുടെ സന്തോഷം അതാ ശബ്ദത്തിൽ നിന്നും അവളുടെ തലയാട്ടിൽ നിന്നുമൊക്കെ മണിക്കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവളുടെ കഴുത്തിലും വയറ്റിലും എല്ലാം ഒന്ന് തടവി അവൾ ഇപ്പുറത്ത് തിരികെ വെച്ചിരുന്ന ചൂലെടുത്ത് പതിയെ അവിടെ ഒന്ന് തൂത്തു. കൈക്ക് അത്യാവശ്യം വേദനയുണ്ട്. പക്ഷേ താനപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിലുമധികം വേദനയായിരിക്കും മുന്നിൽ നിൽക്കുന്ന മിണ്ടാപ്രാണിക്ക്. അതാലോചിക്കുമ്പോൾ തന്നെ തൻ്റെ ശരീരത്തിൻ്റെയും കൈയുടെയും ഒക്കെ വേദന മണിക്കുട്ടി മറന്നു. ഒരു ചെറിയ ബക്കറ്റിൽ വെള്ളമെടുത്തുകൊണ്ട് പതിയെയാണ് അവളുടെ അകിടൊക്കെ കഴുകി കൊടുത്തത്. തണുത്ത വെളുപ്പാൻ കാലത്ത് ദേഹത്ത് തട്ടുന്ന തണുത്ത വെള്ളമാണെന്ന് തോന്നുന്നു. പെണ്ണ് ആകെ നിന്ന് കുണുങ്ങുന്നുണ്ട്. ദേ പൂവാലി, ഇന്ന് നിൻ്റെ ഒരു ചിങ്കാരവും കാണിക്കല്ലേ മോളെ. അല്ലേലേ വയ്യ. പക്ഷെ നിനക്ക് വയ്യാഴികയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ എൻ്റെ വേദന കടിച്ചു പിടിച്ച് നിൽക്കുന്നത് തന്നെ. പ്ലീസ് ഡീ, നല്ല കുട്ടിയായി അടങ്ങി നിൽക്കണേ. അവൾ അതിൻ്റെ തലയിലും നെറുകയിലും ഒക്കത്തുമൊക്കെ പയ്യെ പറഞ്ഞതും മനസ്സിലായ പോലെ പെണ്ണ് അടങ്ങി നിന്നു കൊടുത്തു.
വയ്യാത്ത കൈകൊണ്ട് അവൾ പറ്റുന്ന പോലെ പാല് കറക്കി. ഒരു പരിധിയിൽ കൂടുതൽ വേദന എടുക്കുന്നു എന്ന് തോന്നിയതും അവൾ ആ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തി കുഞ്ഞു പൂവാലിയെ അഴിച്ച് അമ്മയ്ക്കരികിലേക്ക് വിട്ടു. പിന്നെ എന്നത്തെയും പോലെ കോഴിക്കോട്ടിൽ ചെന്ന് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഏതാണ്ട് ആകാശത്ത് വെള്ള കീറി തുടങ്ങുമ്പോൾ എല്ലാ ജോലിയും ഒതുക്കി പാലുമായി ഇറങ്ങുന്നവൾക്കന്ന് പാതി ജോലി പോലും തീരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും മുക്കിയും മൂളിയും അവള് പറ്റുന്ന പോലെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരദ എഴുന്നേറ്റ് വന്നത്. നീ ഇന്നും രാവിലെ എഴുന്നേറ്റോ? അവൻ ഇന്നലെ കിടക്കാൻ നേരത്തു കൂടി നിന്നോട് പറഞ്ഞതല്ലേ പെണ്ണെ, വെളുപ്പിനെ എഴുന്നേറ്റ് ഇതൊന്നും ചെയ്യരുതെന്ന്. എന്നിട്ടാണോ അവൻ്റെ വായിൽ നിന്ന് എന്നെ കേൾപ്പിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഓരോന്ന് ചെയ്യുന്നത്? കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് തന്നെ വഴക്ക് പറയാനാണോ എന്ന രീതിയിൽ മണിക്കുട്ടി അവരെ ഒന്ന് നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ ചോദിച്ചതൊന്നും കേട്ടില്ലേ നീ? അടുത്തേക്ക് ചെന്ന് അവളുടെ വലത് കൈയിലേക്ക് ഒന്ന് ആഞ്ഞു തല്ലിയാണ് ഇന്നലെ മകൻ തന്നെ പറഞ്ഞതിൻ്റെ ആ ദേഷ്യം അത്രയും അവർ പെണ്ണിൽ തീർത്തത്. ആ വേദനയിൽ കണ്ണ് അവളുടെ നിറഞ്ഞു. ഇനി കാറിക്കൂവി ചെറുക്കനെ വിളിച്ചുണർത്തണം, എന്നാലല്ലേ അവൻ്റെ വായിൽ നിന്നും ബാക്കി എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റൂ. കലി പൊട്ടുമടങ്ങാതെ അവർ പിന്നെയും തുള്ളി. അമ്മയ്ക്ക് രാവിലെ എന്താ ഉമ്മൻ കുത്തിയോ? ചുമ്മാ എൻ്റെ നേരെ ഗുസ്തിക്ക് വരുന്നു. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം അമ്മ ഏട്ടനുമായി തീർക്കണം, അല്ലാതെ വെറുതെ നിൽക്കുന്ന എൻ്റെ പെടലിലോട്ടല്ല ഓടിക്കേറേണ്ടത്. കയ്യിൽ കിട്ടിയ അടിയുടെ വേദനയിലും അമ്മയുടെ ചൊരുക്ക് തീർക്കാനെന്ന പോലെ മണിക്കുട്ടി ഇച്ചിരി ഉറക്കെയാണ് പറഞ്ഞത്. നാശം പിടിക്കാൻ രാവിലെ തന്നെ തുടങ്ങിയോ അമ്മയും മോളും കൂടി? മനുഷ്യനെ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ലേ നിങ്ങൾ രണ്ടും? ഇന്ദ്രൻ്റെ അലർച്ച കേട്ടാണ് ഞെട്ടിക്കൊണ്ട് അമ്മയും മോളും തിരിഞ്ഞു നോക്കുന്നത്. ഞാനല്ല മോനെ, ഇവളാ. ഇന്നലെ കിടക്കാൻ നേരത്തുകൂടി നീ പറഞ്ഞതല്ലേ ഇവളോട് ഇതൊന്നും ചെയ്യരുതെന്ന്. എന്നിട്ടും നിന്നെ അല്പം പോലും അനുസരിക്കാതെ ഇവള് ചെയ്തു വെച്ചതൊക്കെ നീ കണ്ടോടാ? പരാതിയും പരിഭവവും ദേഷ്യവും ഒക്കെ അവരുടെ ശബ്ദത്തിൽ ആ നേരം മുഴച്ചു നിന്നു. അത് കേട്ടതും ഇന്ദ്രൻ പുറത്തേക്കൊന്ന് എത്തി നോക്കി. അവൻ്റെ വലിഞ്ഞു മുറുകുന്ന മുഖം കണ്ടതും മണിക്കുട്ടിക്ക് പേടി തോന്നി. കാരണം ഇന്നലെ കിടക്കുന്ന നേരവും അമ്മ പറഞ്ഞതുപോലെ അത്രയും കാര്യത്തോടെ പറഞ്ഞിട്ട് പോയതാണ് ഒന്നും ചെയ്യരുതെന്ന്. എന്നിട്ടാ താൻ. പെണ്ണിൻ്റെ മുഖം വിളറി. ഇനിയിപ്പോൾ ഇന്നലെ അമ്മയ്ക്ക് കൊടുത്തതിൻ്റെ ബാക്കി തനിക്കാവും. അതിപ്പോൾ എന്തായാലും കേൾക്കാം എന്നുള്ള രീതിയിൽ അവൾ കണ്ണടച്ചു നിൽക്കെ അവൻ്റെ വായിൽ നിന്ന് വരുന്നത് കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. ഇന്നലെ രാത്രി ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ രാവിലെ ഈ പെണ്ണ് എഴുന്നേറ്റ് ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തിടണമെന്ന്. എന്നിട്ട് അതൊന്നും ചെയ്യാതെ ഇപ്പം ഇവളുടെ പേടലിൽ കയറിയിട്ട് കാര്യമുണ്ടോ? മോനെ, അത് ഞാൻ പയ്യാണെങ്കിലും ചെയ്തേനല്ലോ. പക്ഷെ ഇപ്പോൾ അതല്ലല്ലോ പ്രശ്നം. നീ പറഞ്ഞിട്ടും ഇവൾ ചെയ്തില്ലേ? നീ ആദ്യം അത് ചോദിക്ക്. ശാരദ മകൻ്റെ വഴക്ക് കേൾക്കാതിരിക്കാൻ എങ്ങനെയൊക്കെയോ കുറ്റം മുഴുവൻ മണിക്കുട്ടിയുടെ പുറത്തേക്ക് പിന്നെയും തിരിച്ചുവിട്ടു. അവളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് കാരണമാ തള്ളേ? അതുകൊണ്ട് അവളെ വായിൽ തോന്നുന്നത് പറയുന്നതിന് മുമ്പേ ഞാൻ ചോദിച്ചതിന് മറുപടി താ. ഞാൻ ഇന്നലെ നിങ്ങളോട് 1000 വട്ടം പറഞ്ഞിട്ടും നിങ്ങളെന്താ തള്ളേ രാവിലെ എഴുന്നേറ്റ് അതൊന്നും ചെയ്യാഞ്ഞേ? അതുകൊണ്ടല്ലേ ഈ പെണ്ണ് എഴുന്നേറ്റ വാക്കെ ഈ കണ്ടകടച്ചാണിയൊക്കെ ചെയ്തത്. അവളെ അവനെന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞു തുടങ്ങിയ ശാരദയ്ക്കപ്പോൾ എന്തു പറയും എന്ന് മറുപടിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. നിങ്ങളിങ്ങനെ ഭൂതം പോലെ നിൽക്കാനല്ല തള്ളേ പറഞ്ഞത്. എടാ മോനെ, അതെനിക്ക് തണുപ്പടിച്ചാൽ വിമ്മിഷ്ടം വരില്ലേ? അതാ ഞാൻ. അവൻ്റെ ശബ്ദം പിന്നെയും ഉയരാൻ തുടങ്ങിയതും ശാരദ അത്രയും പാവമായി പറഞ്ഞു. അത് വല്ലപ്പോഴും തണുപ്പടിക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്, ഇനി എന്നും വെളുപ്പിനെ എഴുന്നേറ്റ് പശുവിൻ്റെയും കോഴിയുടെയും കാര്യങ്ങളൊക്കെ അങ്ങ് നോക്ക്. അപ്പോൾ പിന്നെ ഈ കുളിരൊക്കെ അങ്ങ് ശീലമായിക്കോളും. ഈ പറയുന്ന തണുപ്പുമായി ശരീരം അങ്ങ് ഒത്തു പോവുകയും ചെയ്യും. മോനെ, ഞാനോ? അവർ വല്ലാത്തൊരു വിമിഷ്ടത്തോടെ മകനെ നോക്കി. അല്ല, ഞാൻ ചെയ്യാം, എന്താ? കടുപ്പിച്ചവൻ ചോദിച്ചതും അതൊന്നും വേണ്ട. നീയായിട്ട് അടുക്കള പണിയിലും പുറംപണിയിലും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എത്ര വയ്യാഴിയുണ്ടെങ്കിലും അമ്മയുണ്ട് അതൊക്കെ ചെയ്യാൻ. ആ നേരം വരെ അമ്മയോട് തോന്നിയ സഹതാപം അത്രയും അവരുടെ ആ ഒരൊറ്റ വാചകത്തിൽ മണിക്കുട്ടിയിൽ നിന്നും അകന്നുപോയി. ഈ കണ്ട നാളുവരെ അമ്മയെക്കൊണ്ട് ഒന്നും ചെയ്യിക്കാതിരുന്നത് അമ്മ ഈ പറയുന്ന വിമ്മിഷ്ടം കാരണം കൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും അധികത്തിൽ ചെയ്ത് ശരീരം അനങ്ങുമ്പോൾ അമ്മയ്ക്ക് ആകെ വയ്യാതെയാകും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഊണും ഉറക്കവും ഒക്കെ കളഞ്ഞ് ഈ പറയുന്ന എല്ലാ ജോലിയും ചെയ്തിട്ട് ഇവിടെ നിന്നും പഠിക്കാൻ പോകുന്നത്. എന്നിട്ടിപ്പോൾ കേട്ടില്ലേ, മോൻ പണിയെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട പോലും. എത്ര വയ്യായികയുണ്ടെങ്കിലും അമ്മ ചെയ്തോളാമെന്ന്. എന്താന്ന് വെച്ചാൽ അമ്മ നോക്കിയും കണ്ടും ചെയ്, അല്ലാതെ വയ്യാത്ത പെണ്ണിനെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ മണിക്കുട്ടി നിന്നോടാണ്. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിൽ തന്നെ നിന്നോണം.
അമ്മയെ ഞാൻ ജോലിയൊക്കെ ഏൽപ്പിച്ചെന്ന് കരുതി എവിടെയെങ്കിലും പോകാനോ ആരെയെങ്കിലും കാണാനോ നിന്നാൽ. അവൻ്റെ താക്കീത് കേട്ടതും സംശയത്തോടെ പെണ്ണവനെ ഒന്ന് നോക്കി. അത് പിന്നെ ഡോക്ടർ പറഞ്ഞില്ലേ മോളെ നല്ലോണം വിശ്രമിക്കണമെന്ന്? അപ്പോൾ പിന്നെ ആരെങ്കിലും കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് തെക്ക് വടക്ക് നടന്നാൽ അത് പറ്റുമോ? അതുകൊണ്ട് പറഞ്ഞതാ. പെണ്ണിൻ്റെ നോട്ടത്തിൽ പതറിക്കൊണ്ടവൻ പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടതും ഇത്തിരി മുന്നേ അവനോട് പിന്നെയും സംശയം തോന്നിയല്ലോ എന്നുള്ള മനസാക്ഷിക്കുത്തിൽ മണിക്കുട്ടി മനസ്സാൽ അവനോട് മാപ്പ് പറഞ്ഞു. അതുപോലെ അമ്മയോടാ. ഇവക്ക് വയ്യ എന്ന് കേട്ട് ആര് വന്നാലും അതിന് എത്ര അടുപ്പമുള്ളവരാണെന്ന് പറഞ്ഞാലും പെണ്ണിനെ കാണിക്കാനോ സംസാരിപ്പിക്കാനോ നിൽക്കേണ്ട. ചുമ്മാ വരുന്നവർക്കൊക്കെ ഇരുന്ന് കാര്യം പറഞ്ഞങ്ങ് പോയാൽ മതി. ഇവക്ക് വയ്യാതായാൽ ദണ്ണം നമുക്ക് മാത്രമേ ഉണ്ടാവൂ. പിന്നെ ആരെങ്കിലും കാണാൻ വേണ്ടി അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ ഇന്നേക്ക് 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞോ. തള്ളയെയും കൂടി പറഞ്ഞുറപ്പിക്കുമ്പോൾ അവൻ അറിയാമായിരുന്നു മകൻ പറഞ്ഞതിനപ്പുറം ഒരു ഇഞ്ച് പോലും ശാരദ അനങ്ങില്ലെന്ന്. അതിൻ്റെ പിന്നിലുള്ള ഏക ഉദ്ദേശം സീതയോ ആൽബിയോ ശ്രീധരനോ ഒന്നും തന്നെ അവളെ കാണരുതെന്നറിയാതെ മണിക്കുട്ടി ആദ്യമായി അറിയുന്ന ചേട്ടൻ്റെ സ്നേഹത്തിൽ കണ്ണും നിറച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു. പെണ്ണ് കണ്ണ് നിറച്ച് ചേട്ടനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അവളുടെ മനസ്സിലും ആങ്ങളയോടുള്ള സ്നേഹം വന്നല്ലോ എന്നുള്ള സന്തോഷമൊക്കെ ശാരദയുടെ മനസ്സിൽ നിന്ന് പോയി. പക്ഷേങ്കിൽ അതിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് അടുത്ത നിമിഷം അവൾ ഒറ്റയൊരുത്തി കാരണമാണ് ആദ്യമായി മകൻ തന്നോട് ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്നുള്ള ചിന്ത വന്നതും ശാരദയ്ക്ക് മുന്നിൽ നിൽക്കുന്ന മകളോട് പിന്നെയും ദേഷ്യമായി. നിങ്ങൾക്ക് എന്താ തള്ളേ, ചെവിക്ക് പൊട്ടുണ്ടോ? എത്ര നേരമായി ഞാൻ കിടന്ന് വായിട്ടളിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ മറുപടി പറ. ഏഹേ. ഇന്ദ്രൻ ദേഷ്യത്തോടെ അവരുടെ തോളിൽ കുലുക്കി ചോദിച്ചതും അതുവരെ മോളെ നോക്കി ദഹിപ്പിച്ചുകൊണ്ടിരുന്ന ശാരദ ഞെട്ടി അവനെ നോക്കി. എന്താടാ ചെറുക്ക നിനക്ക്? മേൽ നോവിച്ചുകൊണ്ടാണോ നിന്റെ ചോദ്യം? ശരീരം ഉലച്ചുകൊണ്ടുള്ള അവൻ്റെ പിടുത്തത്തിൽ അവർക്ക് ദേഹം നൊന്തതും അവർ മകന് നേരെ ചീറി. ഹാ, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഇതുവരെ കമത്തി വെച്ച കുടത്തിലാണോ ദൈവമേ ഞാൻ വെള്ളം കോരിയത്? തള്ളെ, ഞാൻ നിങ്ങളെ പറഞ്ഞേൽപ്പിച്ചതല്ലോ, നിങ്ങൾ കേട്ടോന്ന്. ഇത്തിരി കൂടി ശബ്ദത്തിൽ അവൻ്റെ അലർച്ച കേട്ടതും മണിക്കുട്ടി ചെവി പൊത്തിയെങ്കിൽ തള്ള അതൊട്ടും ഇഷ്ടപ്പെടാതെ പേടിച്ച് പിന്നിലേക്ക് മാറി. എടാ ചെറുക്ക, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇവളെ ആരെങ്കിലും കാണാൻ വന്നാൽ കാണിക്കേണ്ട, അടക്കിയിരുത്തണം എന്നൊക്കെയല്ലേ? ഓ, സമ്മതിച്ചു. അല്ല അതുപോട്ടെ, ഈ 5 ദിവസം കഴിഞ്ഞ് കാണാമെന്നൊക്കെ പറഞ്ഞാൽ എന്താ അത്? അത് കേട്ടതും ഇന്ദ്രൻ അറിയാതെ പല്ല് കടിച്ചുപോയി. ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞു വന്നപ്പോൾ മനസ്സിലുള്ള കാര്യം അങ്ങ് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം പെണ്ണിനോട് കാര്യം പറഞ്ഞപ്പോൾ 5-6 ദിവസം എന്തായാലും റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം അവളുടെ വായിൽ നിന്നാണ് കേട്ടത്. അതൊരു കാരണമാക്കി പെങ്ങളോടുള്ള സ്നേഹം കാണിച്ചതിനിടയ്ക്ക് ഉള്ളിലുള്ള സത്യവും കൂടി പുറത്തു വരും എന്ന് കരുതിയില്ല. ഇതിപ്പോൾ പണിയില്ലാതെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അത്യാവശ്യം വെള്ളമടിക്കാനും വേറെ പലതിനുമുള്ള വട്ടച്ചെലവ് അമ്മയുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ലോട്ടറി അടിക്കുന്നത്. അതെന്തായാലും കാര്യമായി വാങ്ങിപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ വരുമ്പോൾ കോളെല്ലാം ഒരുപോലെയാണെന്ന് പറയുന്ന പോലെ ഇന്നലെയാണ് സേട്ടുവിൻ്റെ കമ്പനിയിൽ നിന്നും വിളിക്കുന്നത്. ഒരു ലോങ് ഓട്ടം പോയാൽ 1 മാസത്തേക്ക് പിന്നെ ഫുൾ ജോളിയാണ്. പക്ഷേ മറ്റന്നാൾ ഓട്ടം പോയാൽ മതി. അതുവരെ ഇവൾ പുറത്തിറങ്ങാതെ നോക്കേണ്ടത് തൻ്റെ ജോലിയാണ്. കാരണം എന്തെങ്കിലും കാലക്കേടിന് ഇവൾ പുറത്തിറങ്ങിയാലോ, അല്ലെങ്കിൽ താൻ നാണം കെടുത്തിവിട്ട ഏതെങ്കിലും നാശങ്ങൾക്ക് പൊട്ടബുദ്ധി തോന്നി അവർ ഇങ്ങോട്ട് വന്നാലോ നഷ്ടം തനിക്കായിരിക്കും. അതിൻ്റെ ഒരു പ്രതിവിധി എന്ന പോലെയാണ് ഈ ഒലിപ്പീരും സ്നേഹവും ഹനിയത്തെ കൊണ്ടുള്ള റെസ്റ്റ് എടുപ്പും എല്ലാം. എടാ, സ്വപ്നം കണ്ട് നിൽക്കാതെ ചോദിച്ചതിന് മറുപടിതാ. എന്താ ഈ 5 ദിവസം കൊണ്ട്? ശാരദ തട്ടിക്കൊണ്ട് ചോദിക്കുമ്പോഴാണ് അവൻ മനോവിചാരങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തുന്നത്. അതൊന്നുമില്ല. 5 ദിവസമെങ്കിലും അടങ്ങിയിരുന്നാൽ ഇവളുടെ വേദന മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ ഇവളുടെ തള്ള തന്നെ അല്ലേ സ്ത്രീയെ? അപ്പോൾ പിന്നെ പെണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവളെ അടക്കിയിരുത്തി അവളുടെ വേദന മാറ്റിക്കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? അല്ലാതെ അവളെ കൊണ്ട് ഈ വയ്യാഴികയിലും ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പെണ്ണ് ജീവിതകാലം മുഴുവനും ഈ കെട്ടുമായി വീട്ടിലിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ ഓരോന്ന് ചെയ്യും. അല്ലാതെ എപ്പോഴും പനിയാ, വിമ്മിഷ്ടമാ, വെപ്രാളമാ, കോപ്പാ നിങ്ങൾക്ക്. അവരെ ദഹിപ്പിച്ച് നോക്കി ഇന്ദ്രൻ അകത്തേക്ക് കയറി പോകുമ്പോഴും കേട്ടതിലൊന്നും ഒരു പരാതിയുമില്ലാത്ത പോലെ നിൽക്കുകയായിരുന്നു ശാരദ. എന്നാൽ ഏട്ടൻ ഇത്രയുമൊക്കെ മോശപ്പെട്ട് പറഞ്ഞിട്ടും തിരിച്ചൊരു വാക്കുപോലും പറയാതെ വല്ലാത്ത സ്നേഹത്തോടെ നിൽക്കുന്ന അമ്മയെ കണ്ട് പെണ്ണിൻ്റെ നെറ്റി ചുളുങ്ങി. അത് കണ്ടുകൊണ്ടാണ് ശാരദ തിരിഞ്ഞു നോക്കുന്നത്. എന്താടി നിനക്ക് വേണ്ടേ? ആങ്ങളെയൊക്കെ അമ്മയുടെ തലയിൽ കൊണ്ടിട്ടപ്പോൾ സമാധാനമായല്ലോ അല്ലേ?
ചേടാ, ഏട്ടൻ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഏട്ടന് വേണം മറുപടി കൊടുക്കാൻ, അല്ലാതെ എൻ്റെ നെഞ്ചത്തോട്ട് കയറുകയല്ല വേണ്ടത്. ഇതിപ്പോൾ അങ്ങാടി തോറ്റതിന് എൻ്റെ പെടലിലോട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? ഇത്രയും നേരം ഏട്ടൻ ദേഷ്യപ്പെട്ട് നിന്നപ്പോൾ അമ്മയുടെ വായിൽ നിന്നും ഒരു വാക്ക് വീണില്ലല്ലോ. അത് പിന്നെ മോനല്ലേ, മോൻ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ലല്ലോ അല്ലേ അമ്മേ? വല്ലാത്ത ദേഷ്യത്തോടെയാണ് ചോദിച്ചു തുടങ്ങിയതെങ്കിലും അവസാനം എത്തിയപ്പോഴേക്കും അവളുടെ തൊണ്ട വിറച്ചു. അതേടി, നീ പറഞ്ഞതൊക്കെ നേരാണ്. എൻ്റെ മോൻ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് പ്രശ്നം വരികയില്ല. കാരണം അവനെ ഒരാങ്കൊച്ചനാ. ആൺപിള്ളേർക്ക് ദേഷ്യവും വാശിയും ഒക്കെ ഒരു അലങ്കാരമാണ്. അത് വല്ലതും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? ിലേക്ക് സൂര്യരശ്മികൾ അടിച്ചു കയറി ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്നവൾ കണ്ണു തുറന്നത്. വെളുപ്പാൻ കാലം കോഴി കൂവാൻ മറന്നാൽ പോലും കൃത്യസമയത്ത് എഴുന്നേറ്റുകൊണ്ടിരുന്നവൾക്കന്ന് ആദ്യമായി ചെവിയിൽ കിടന്നടിച്ച അലാറത്തിൻ്റെ ശബ്ദത്തെ പോലും ഭേദിച്ചുകൊണ്ട് ആഴത്തിൽ കിടന്നുറങ്ങിപ്പോയി. ഇപ്പോഴും ഉറക്കമൊന്നും തെളിഞ്ഞിട്ടില്ല. ആകെ കണ്ണു കുളിച്ചിട്ട് വീണ്ടും ഉറങ്ങണമെന്ന് തന്നെയാണ് മനസ്സിൽ. പക്ഷെ തുറന്നിട്ട് ജനാലയിൽ കൂടി വരുന്ന സൂര്യരശ്മികൾക്കൊക്കെ നല്ല ചൂട്. അത് കണ്ണിലേക്ക് വന്ന് അടിക്കുമ്പോൾ ഒട്ടും കിടക്കാൻ വയ്യ. ആ ഒരു ചടവോടെ പെണ്ണ് എഴുന്നേറ്റു. അടുത്തിരിക്കുന്ന അലാറം ക്ലോക്കിലേക്ക് നോക്കിയതും അവൾ ഞെട്ടിച്ചാടി എഴുന്നേറ്റ് പോയി. 9 മണി. ഇന്ന് വരെ കാണാത്ത 9 മണിയും ഉറങ്ങിക്കിടക്കുമ്പോൾ അറിയുന്ന വെയിലിൻ്റെ ചൂടും ഒക്കെ അവൾക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. പെണ്ണ് വലത് കൈ കുത്തി തന്നെ വേഗം എഴുന്നേറ്റു. 4-5 ദിവസത്തെ പൂർണ്ണമായ റെസ്റ്റ് എടുപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു വേദന അത്യാവശ്യം നന്നായിട്ട് ഭേദമായിട്ടുണ്ട്. സാധാരണ കൈ കുത്തുമ്പോൾ ഉണ്ടാവുന്ന വേദന ഇല്ലാത്തത് കൊണ്ട് തന്നെ കൈയിലെ സ്ലിങ് ഇന്നലെ വൈകുന്നേരം മുതൽ ഇടുന്നില്ല. അതങ്ങനെ ഇടാതിരുന്ന വേദനയെങ്ങാനും കൂടിയാലോ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ രാത്രിയിൽ നിർബന്ധിച്ച് അവളെക്കൊണ്ട് അതിടിച്ചാണ് കിടത്തിയിരുന്നതെങ്കിലും രാവിലെ എഴുന്നേറ്റതും അതതിൻ്റെ വഴിക്ക് പോയി. അങ്ങനെ ആ കൈയും താങ്ങി പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്നത് കോഴിക്കോട് തൂത്തുവാരി ഇറങ്ങുന്ന അമ്മയാണ്. അതിൻ്റെ അർത്ഥം തൊഴുത്തിലെ പണിയൊക്കെ കഴിഞ്ഞെന്ന്. ഇന്നലെ വൈകുന്നേരം കൈക്ക് വലിയ വേദനയില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞതാണ് വെളുപ്പിനെ എഴുന്നേറ്റ് തൊഴുത്തിലെ കാര്യമെങ്കിലും നോക്കണമെന്ന്. ചെയ്യാമെന്ന് ഏറ്റതും മനസ്സോടെ തന്നെയാണ്. പക്ഷേ ഉറങ്ങിപ്പോയി. അവൾ ആ ഒരു വൈക്ലഭ്യത്തോടെ അമ്മയുടെ അടുക്കലേക്ക് ചെന്നതും ശാരദ അവളെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ മുഖം വെട്ടിച്ച് കയ്യിലിരുന്ന ചൂലുമായി കോഴിക്കോടിൻ്റെ അവിടേക്ക് നടന്നു. കയ്യിലിരുന്ന ചൂല് നിലത്തേക്ക് 2 അടി അടിച്ച് മുകളിലേക്ക് തിരിയുമ്പോൾ കാണുന്നത് അവൾക്ക് തോന്നിയത് ആ 2 അടിയും മണ്ണിനല്ല, മറിച്ച് തൻ്റെ മുഖത്താണമ്മ അടിക്കുന്നതെന്നാണ്. അമ്മേ, ഗുളിക കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഉറക്കം. ശരിക്കും വെളുപ്പിനെ എഴുന്നേൽക്കാൻ വേണ്ടി ഞാൻ അലാറം പോലും വെച്ചതാണ്. പക്ഷേ എന്നും അടിക്കുന്ന സാധനം ഇന്ന് പറ്റിച്ചു. പറയുമ്പോൾ അവൾ പോലും അറിയാതെ അവൻ്റെ മുഖം കുനിഞ്ഞിരുന്നു. അതോടെ കേട്ടതും ശാരദയുടെ ദേഷ്യം ഉച്ചസ്ഥായിലായി. പറ്റിക്കുമടി, പറ്റിക്കും. കാരണം നിനക്ക് പകരാൻ ഇവിടെ വീട്ടുജോലി ചെയ്യാൻ ഞാനുണ്ടല്ലോ. അപ്പം പിന്നെ മൂട്ടിൽ തീ പിടിക്കുന്നത് വരെ നീ കിടന്നുറങ്ങിക്കോ. എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? അവളെ നോക്കി മുഖം വെട്ടിച്ച് പറഞ്ഞുകൊണ്ട് ശാരദ അകത്തേക്ക് നടക്കാൻ പോയതും മണിക്കുട്ടി അവരുടെ ഫ്രണ്ടിലേക്ക് കയറി നിന്നു. ഇതെന്തു വർത്തമാനമാണ് അമ്മ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഗുളിക അത്രയും കഴിക്കുന്ന കാരണം അറിയാതെ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് എഴുന്നേൽക്കാത്തതെന്ന്. ഇതിപ്പോൾ അമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഒക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അവളുടെ ദേഷ്യത്തിലുള്ള ശബ്ദം കേട്ടതും അതിലും ദേഷ്യത്തിൽ അവളെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു നടന്നു. ഒപ്പം പരിഹാരം പോരെ ഓരോന്നൊക്കെ പറയാനും തുടങ്ങി. അതിനിപ്പം ഞാനെന്ത് വേണമെന്നാ? നീയൊക്കെ എഴുന്നേൽക്കുകയോ എഴുന്നേൽക്കാതിരിക്കുകയോ ചെയ്. വീട്ടുവേലക്കാരിയായി ഒരുത്തി മടക്കാൻ ഇവിടെ കിടക്കുമ്പോൾ ആർക്ക് എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങാം. വല്ലാത്തൊരു ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ആകെ എരിഞ്ഞു നേറി ശാരദ അവളെ ദഹിപ്പിച്ചു നോക്കി. അമ്മയുടെ പ്രശ്നം എന്താ? അമ്മ ആരാ ഇപ്പോൾ വേലക്കാരിയാക്കിയത്? അല്ലെങ്കിൽ തന്നെ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തു എന്ന് കരുതി ആരെങ്കിലും വേലക്കാരിയാകുമോ? അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് വയ്യാതായതിനു ശേഷം ഇത്രയും കൊല്ലം കൊണ്ട് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ അടുക്കളയായാലും തൊഴുത്തായാലും കണ്ടവൻ്റെ വീട്ടിൽ ജോലിക്ക് പോകുന്നതാണെങ്കിലും അതെല്ലാം ഞാനല്ലേ ചെയ്യുന്നത്. അന്നൊക്കെ അമ്മ എന്നെ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ വേലക്കാരി എന്നൊന്നും അല്ലല്ലോ. അതാ ഇനി നിങ്ങൾ അമ്മയും മോനും കൂടി എന്നെ വെറും വേലക്കാരിയായിട്ടാണോ കണ്ടുകൊണ്ടിരുന്നത്? അല്പം ദേഷ്യത്തോടെയാണ് ചോദിച്ചു തുടങ്ങിയതെങ്കിലും അവസാനം എത്തിയപ്പോൾ അവളുടെ തൊണ്ടക്കുഴിയിൽ ഉമിനീര് വിലങ്ങി. അത് പിന്നെ അവളുടെ ആ ചോദ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ശാരദ പതറിപ്പോയി. അതുകൊണ്ട് തന്നെ മറുപടി പറയാൻ വേണ്ടി അവർ അല്പം താമസിക്കുകയും ചെയ്തു. നിനക്കിപ്പോൾ അങ്ങനെ പലതും തോന്നും. കാരണം എന്തിനും ഏതിനും ഇപ്പോൾ നിനക്കൊരു ആങ്ങളയുണ്ടല്ലോ. അവനാണെങ്കിൽ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ളൊരു പെങ്ങള് സ്നേഹവും. അതുകൊണ്ട് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിക്കോ.
വെറുതെ എന്നെ ഇതിനിടയിലൊന്നും പിടിച്ചിടേണ്ട. എന്തൊക്കെയോ ഒക്കെ പരസ്പരം ബന്ധമില്ലാതെ പറഞ്ഞുകൊണ്ട് ശാരദ അടുക്കളയിലേക്ക് കയറുമ്പോൾ താൻ ചോദിച്ചതെന്താണ്, അമ്മ പറഞ്ഞതെന്താണ് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു മണിക്കുട്ടി. എന്നാൽ മകൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ സ്വയം രക്ഷപ്പെട്ടോടുകയായിരുന്നു ശാരദ ആ നേരം. ഇന്ദ്രേട്ടൻ എന്തേ അമ്മേ? അമ്മ കഴിച്ചുകൊണ്ടിരുന്നതിനുമപ്പുറം അടച്ചു വെച്ചിരിക്കുന്ന തുറന്ന് അതിൽ നിന്നും ഒരു കഷ്ണം പുട്ട് കഴിക്കാൻ എടുത്തുകൊണ്ട് മണിക്കുട്ടി ചോദിക്കെ അവളെ വല്ലാത്തൊരു ചിറഞ്ഞ നോട്ടം നോക്കി ശാരദ. അമ്മ ഇത്രയ്ക്കും ദേഷ്യപ്പെടാൻ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഏട്ടൻ എന്തെന്നല്ലേ തിരക്കിയുള്ളൂ. കൂടുതൽ എന്ത് തിരക്കണം? ഇത്രയും ദിവസം ആ ചെക്കൻ ചത്തോ ജീവനോടെയുണ്ടോ എന്നൊന്നും തിരക്കാത്തവൾ ഇന്നൊരു ദിവസം പെട്ടെന്ന് സ്നേഹം കാണിക്കുമ്പോൾ എന്നാലും എന്തൊക്കെ കണ്ടാ മരിക്കാൻ പറ്റും ഭഗവാനേ. നല്ലോണം പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ടവർ ദൈവത്തിനെ തൊഴും പോലെ കഴിച്ചുകൊണ്ടിരുന്ന കൈകൂപ്പി പിടിച്ച് 2-3 തവണ നെറുകയിലേക്കും നെഞ്ചിനും ഇടയിലായി കൈകൂപ്പി. സത്യം പറ അമ്മേ, അമ്മയ്ക്ക് ഞാൻ ഇന്ദ്രേട്ടനോട് സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടമാവുന്നില്ല അല്ലേ? 2-3 ദിവസമായി മനസ്സിൽ തോന്നിയ സംശയം അതേപോലെ ചോദിക്കുമ്പോൾ ഒരു നിമിഷം പോലും അവളുടെ കണ്ണുകൾ അമ്മയിൽ നിന്നും മാറിയില്ല. ആ, ഇപ്പോൾ അങ്ങനെയായി. അല്ലേലും എനിക്കറിയാമായിരുന്നു നീ ഇങ്ങനെ എന്തേലുമൊക്കെ ചിന്തിക്കത്തുള്ളൂ എന്ന്. എടി പെണ്ണെ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവൻ്റെ മാത്രമല്ല നിൻ്റെയും കൂടി അമ്മയാണ്. ലോകത്തുള്ള മറ്റെല്ലാ അമ്മമാരെ പോലെ സഹോദരങ്ങൾ തമ്മിൽ ഒത്തുപോകണമെന്നേ ഞാനും കരുതത്തുള്ളൂ. കഴിച്ചുകൊണ്ടിരുന്ന പുട്ട് തീർത്തിട്ട് അപ്പുറത്തെ വശത്ത് അടച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നും അരച്ചില്ലി പുട്ടുകൂടി പാത്രത്തിലേക്ക് ഇട്ടുടച്ചുകൊണ്ട് അവർ മകളെ നോക്കി പറഞ്ഞു. ഒപ്പം അവൾക്കായി മാറ്റിവെച്ചിരുന്ന 2 പഴത്തിൽ നിന്നും ഒന്നും കൂടി എടുക്കുകയും ചെയ്തു. അത് കണ്ടതും അവൾ അമ്മയും കുറച്ചു മാറി അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിന് മുകളിലിരിക്കുന്ന 4-5 പഴത്തിനെയും നോക്കി. അത് പിന്നെ അവൻ പുട്ട് കഴിക്കണമെങ്കിൽ പഴം അധികത്തിൽ വേണം. അതൊന്നും നിനക്കറിയാൻ വഴിയില്ലല്ലോ. നീ പിന്നെ പഴം ഇല്ലാതായാലും കഴിക്കത്തില്ലേ? അവിടെയും അവളെ പുച്ഛിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ സംസാരം. അത് കണ്ടതും അവളുടെ മുഖം വിഷാദത്തിൽ ഒന്ന് വാടി. ഒരു പഴമല്ലേ ഞാൻ എടുത്തുള്ളൂ, അതിന് നീ ഇങ്ങനെ മോന്ത വീർപ്പിക്കണ്ട. അവനെ അധ്വാനിക്കാൻ പോകുന്ന ചെറുക്കനാ, നല്ലോണം ആഹാരം കഴിക്കേണ്ട സമയവും. അല്ലെങ്കിലും ഞാൻ എന്തിനാ നിന്നോട് ഇതൊക്കെ പറയണേ? നിങ്ങളിപ്പോൾ അടയും ചക്കരയുമല്ലേ. സത്യം പറയാമ്മേ, അമ്മയുടെ ശരിക്കുള്ള പ്രശ്നം എന്താ? ഞാനും ഏട്ടനും മിണ്ടാതിരുന്നാൽ അമ്മയ്ക്ക് സന്തോഷമാകുമോ? നിനക്ക് എന്ത് പെണ്ണേ? ഞാനെപ്പോൾ അങ്ങനെ പറഞ്ഞു? പറഞ്ഞില്ല, പക്ഷെ അമ്മയുടെ പ്രവൃത്തിയും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അവൾ സങ്കടത്തോടെ അമ്മയെ നോക്കി. അത് നിന്റെ മനസ്സിൽ നിറയെ ചെളിയായിട്ടാ, അല്ലാത്തവർക്കൊന്നും അങ്ങനെയൊന്നും തോന്നില്ല. അവൾ പറയുന്നത് ഇഷ്ടപ്പെടാതെ അവർ പെട്ടെന്ന് കഴിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്തായാലും ഉറക്കമൊക്കെ കഴിഞ്ഞ് സുഖിച്ച് എഴുന്നേറ്റതല്ലേ. പുറം പണിയൊക്കെ ഞാൻ എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അടുക്കളയിലെ ബാക്കിയുള്ള ജോലികളൊക്കെ നീ അങ്ങ് തീർക്ക്. അടുപ്പിച്ച് 3-4 ദിവസത്തെ പണിയും വെളുപ്പിനെയുള്ള മഞ്ഞും കൂടിയൊക്കെ ആയപ്പം എനിക്ക് ക്ഷീണവും വിമ്മിഷ്ടവും തുടങ്ങിയിട്ടുണ്ട്. കഴിച്ച പാത്രം അതേമാതിരി പാതകത്തിൽ വെച്ചുകൊണ്ട് സൈഡിലെ കുടത്തിൽ നിന്നും ഒരു മഗ് വെള്ളമെടുത്ത് വായും കഴുകി അവർ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. അമ്മയ്ക്ക് വയ്യായിരുന്നോ? വിമ്മിഷ്ടം തോന്നിയെങ്കിൽ എന്താ ഇന്ദ്രേട്ടനോട് പറഞ്ഞത്? ഏട്ടൻ വൈദ്യൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയനെയല്ലോ. പെട്ടെന്ന് അവൾ വെപ്രാളത്തിൽ വന്ന അമ്മയോട് ചോദിച്ചു. അതെങ്ങനെ പറയാനാ? ഇന്ന് വൈകുന്നേരം അല്ലയോ ചെറുക്കൻ വണ്ടി ഓടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം പിന്നെ ഇപ്പം കിടന്നുറങ്ങാതെ എന്നെ കൊണ്ടുപോയാൽ അവന് വൈകുന്നേരം നേരം ചൊവ്വേ വണ്ടി ഓടിക്കാൻ പറ്റുമോ? നിനക്കെന്താ പെണ്ണേ, വന്നു ഒരു ബോധവുമില്ലേ? അതമ്മേ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. അവളുടെ തല കുനിഞ്ഞു. എനിക്കറിയാവടി നീ ആലോചിക്കില്ലെന്ന്. അല്ലെങ്കിലും ഈ 4-5 ദിവസം കൊണ്ടല്ലേ നിനക്ക് അവനോട് സ്നേഹവും ഈ പറയുന്ന ബഹുമാനവും ഒക്കെ. അതിനു മുന്നേ ചെറുക്കനെ കണ്ണിന് നിനക്ക് കാണാമായിരുന്നോ? വാശിയോടെ അവളെ നോക്കി അടുക്കള കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതൊക്കെ കൊണ്ടാണിടീ പറയുന്നത്, രക്തബന്ധം എന്ന് പറഞ്ഞാൽ തേച്ചാലും മുറിച്ചാലും മായാത്ത ഒന്നാണെന്ന്. നിനക്ക് ബോധ്യപ്പെടാൻ നീയൊന്ന് വീഴേണ്ടി വന്നു. നീ വീണപ്പോൾ എനിക്ക് സങ്കടം വന്നെന്നുള്ള സത്യമാണ്. പക്ഷേ അതുകൊണ്ടല്ലേ നിനക്കെൻ്റെ മോൻ്റെ മനസ്സിലെ നന്മയും സത്യസന്ധതയും കൂടപ്പിറപ്പിനോടുള്ള സ്നേഹവും ഒക്കെ തിരിച്ചറിയാൻ പറ്റത്. അതുകൊണ്ട് ഈ മുറിവ് എൻ്റെ അഭിപ്രായത്തിൽ നിനക്ക് തിരിച്ചറിവിലേക്കുള്ള വഴി തുറക്കാൻ വേണ്ടി ദൈവമായി ഇറങ്ങി വന്ന് തന്നതാണ്. പിന്നെ ഞാനൊന്ന് നടുനിവർക്കാൻ പോവാണ്, ചോറാവുമ്പോൾ വിളിക്ക്. പറഞ്ഞുകൊണ്ട് അവർ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവൾ ഒരു പിൻവിളിയിൽ അവരെ പിടിച്ചു നിർത്തി. അമ്മേ, ഞാൻ പാൽ കൊടുക്കുന്ന വീട്ടിലൊക്കെ ഏട്ടൻ പോയി പറഞ്ഞായിരുന്നല്ലോ അല്ലേ? ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് മണിക്കുട്ടി നീ ചോദിക്കുന്നത്? നീ പാല് കൊടുക്കുന്ന വീട്ടിലൊക്കെ അവൻ നേരിട്ട് പോയി പറഞ്ഞിട്ടുണ്ട് പാല് 3-4 ദിവസത്തേക്ക് കാണില്ല, നാളെ മുതൽ ഉണ്ടാകുമെന്ന്. എന്താ ഇനിയിപ്പോൾ എൻ്റെ ചെക്കൻ എല്ലായിടവും പോയി എന്ന് കാണിക്കുന്ന ഒപ്പിട്ട പേപ്പർ വല്ലതും കാണിക്കണോ നിന്നെ ബോധ്യപ്പെടാൻ വേണ്ടി?
മകൻ്റെ ആത്മാർത്ഥതയെ അവൾ പിന്നെയും അളന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ ശാരദ മകളോട് കയറി ചീറി. വയ്യാണ്ടായതിൻ്റെ പിറ്റേന്ന് ഏട്ടൻ വന്ന് കാര്യത്തോടെ സംസാരിച്ചപ്പോൾ അവൾ ആദ്യം അവനോട് ആവശ്യപ്പെട്ടത് ഇതായിരുന്നു. അവൾ പാല് കൊടുക്കുന്ന 12 വീട്ടിലും ചെന്ന് അവൾക്ക് വയ്യാതായത് പറഞ്ഞുകൊണ്ട് 3-4 ദിവസത്തെ കാര്യം ഒഴിവ് പറയണമെന്ന്. അങ്ങനെയാവുമ്പോൾ 3-4 ദിവസത്തെ കാര്യം നേരത്തെ അറിയാവുന്നതുകൊണ്ട് അവർ ഒന്നെങ്കിൽ മിൽമ പാലോ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ പാലോ ആശ്രയം നേടും. അതല്ലാതെ പറയാതെയൊക്കെ 3-4 ദിവസം പാല് കൊടുക്കേണ്ടായാൽ അവരെ പറ്റിച്ചു എന്ന് കരുതി പിന്നെ അവർ വാങ്ങിയെന്ന് വരില്ല. വർഷങ്ങളായി ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ അറ്റവും മൂലയും പോലും വിടാതെയൊക്കെ അവൾക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടിട്ടും പിന്നെയും പിന്നെയും ഇതേ ചോദ്യം ആവർത്തിച്ചവൾ ഉറപ്പുവരുത്തുന്നത്. ഒരിക്കൽ കൂടി അമ്മ പറഞ്ഞതും കഴിഞ്ഞ ദിവസമായി താൻ പറയുന്ന കാര്യങ്ങളൊക്കെ തൻ്റെ ഏട്ടൻ കേൾക്കുന്നതും ഒക്കെ കൊണ്ട് അവൻ ചെയ്തിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിന്മേലാണ് അവൾ അടുക്കളയിലേക്ക് കയറിയത്. അത് വെറും ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്നറിയാതെ. 2 അലാറങ്ങളും ചെവിയുടെ ഇരുവശവും കിടന്ന് അലറി മരിക്കാനായപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. തലേന്ന് രാത്രി കൂടി അവൾക്ക് കൊടുത്ത ഗുളികകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു എഫക്റ്റിൽ കിടക്കുമ്പോൾ ഉറക്കം എത്രയായാലും അറിയില്ല. പക്ഷേ എഴുന്നേൽക്കാതെ തരമില്ല. കാരണം ഇന്നലെ തന്നെ അമ്മ കിടക്കും മുന്നേ 1000 തവണ എഴുന്നേൽക്കുന്നതിനെ പറ്റിയും പശുവിനെ കറക്കുന്നതിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തിട്ടാണ് കിടന്നത്. അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് രാവിലെ എഴുന്നേൽക്കേണ്ടി വരുമല്ലോ. ഒപ്പം ഇത്രയും ദിവസം ജോലി ചെയ്തതുകൊണ്ട് നടും നട്ടലുമൊക്കെ വെള്ളമായിപ്പോയി എന്നൊരു പരാതിയും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ചാടി പിരണ്ടെഴുന്നേറ്റു. തണുത്ത വെള്ളം വെച്ച് 3-4 തവണ മുഖം കഴുകിയിട്ടും ഉറക്കം മാറുന്നില്ലെന്ന് കണ്ടവൾ ഇച്ചിരി കാപ്പി ഇടാൻ വേണ്ടി സ്റ്റൗ കത്തിച്ചു. സാധാരണ രാവിലെ എഴുന്നേറ്റാൽ ഒന്ന് കൈയും കാലും മുഖവും കഴുകി പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചാണ് അവൾ പണിക്കിറങ്ങുന്നത്. പക്ഷേ ഇന്ന് ഒട്ടും വയ്യ. ഇപ്പോഴും കണ്ണ് മൂടിക്കിടക്കുന്ന ഉറക്കം മാറ്റാൻ വേണ്ടിയാണ് ഈ കാപ്പിയാണ് ബെസ്റ്റ്. ഒരാൾക്ക് മാത്രം കുടിക്കാനുള്ള കാപ്പി വെക്കുന്നതിനിടയിലാണ് അമ്മയ്ക്കും കൂടി വെക്കാം എന്ന് ചിന്തിച്ചത്. ആൾക്ക് കട്ടിപ്പാലിൽ ചായ ഇട്ട് കുടിച്ചാണ് ശീലം. പക്ഷേങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുന്ന നേറ്റിക്ക് കാപ്പിയുടെ പാത്രം അവിടെ കണ്ട പിന്നെ താൻ മനഃപൂർവ്വം അമ്മയ്ക്കൊന്നും കൊടുക്കാതെ കഴിക്കുന്നു കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷയമാക്കി കളയും ആള്. അതുകൊണ്ട് എല്ലാത്തിലും ഭേദം ഒരു കപ്പ് കാപ്പി അധികം വെക്കുന്നതാണ്. ആ ഒരു ചിന്തയോടെ കോഫി ഇട്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി അവൾ നേരെ തൊഴുത്തിലേക്ക് പോയി. പിന്നെ കുറേ നേരം പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങിയിട്ടാണ് ഒക്കെ ഒന്ന് വരിക്ക് വന്നത്. അങ്ങനെ പാലും കറന്ന് മാറ്റിവെച്ച് മുട്ടകളുമെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം നടു നിവർത്തുമ്പോഴേക്കും നേരം പരപരാ വെളുത്തിരുന്നു. പിന്നെ അങ്ങോട്ട് ഒരോട്ടമായിരുന്നു. കഴുകി ഇന്നലെ തോർത്തി വെച്ചിരുന്ന 12 കുപ്പികളിലേക്കും അവൾ പാല് പകർന്നു. സദാശിവൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക് കൊണ്ടുപോകാനുള്ള മല്ലിത്തൂക്ക് അവൾ പിൻഭാഗത്ത് കാര്യമായി കെട്ടിവെച്ച് പതിയെ സൈക്കിളുമായി ഇറങ്ങി. സൈക്കിളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് ഒരു വെള്ളക്കാറും തന്നെ ഭയപ്പാടോടെ നോക്കി നിന്നവൻ്റെ കണ്ണുകളുമായിരുന്നു. അവൾ തല ഒന്ന് കുടഞ്ഞുകൊണ്ട് സൈക്കിളിൻ്റെ പെഡലിലേക്ക് കാലെടുത്ത് വെച്ചു. ആക്സിഡൻ്റ് ആയെന്ന് വൈകുന്നേരം തന്നെ സൈക്കിൾ വൃത്തിയാക്കി വീട്ടിലെത്തിച്ചിരുന്നു അവർ. അതിൻ്റെ ഒരു മെന ചവിട്ടുമ്പോഴും കാണുന്നുണ്ട്. നേരത്തെയൊക്കെ ഹാൻഡിലും നേരെ നിൽക്കില്ല, ചവിട്ടുമ്പോൾ അന്യായ ശബ്ദവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതൊക്കെയോ ഓർമ്മയിൽ അവൾ സദാശിവൻ ചേട്ടൻ്റെ കട വരെ എത്തി. ആഹാ, എങ്ങനെയുണ്ടടി പെൺകൊച്ചേ, നിന്റെ മേലായികയൊക്കെ മാറിയോ? സൗഹൃദത്തോടെ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും പാല് വാങ്ങി അകത്തേക്ക് കയറി. ആ, ഇപ്പം വലിയ പ്രശ്നമില്ല ചേട്ടാ. ചിലവന്മാരൊക്കെ സൂക്ഷിച്ചിരുന്ന കേട്ടുകേക്കും നല്ല മുരുമുരാന്നുള്ള വടയുമൊക്കെ തന്നെ അവർക്കടുത്തേക്ക് മാടി വിളിക്കുന്ന പോലെ തോന്നിയതും പെണ്ണ് അതിൽ നിന്നൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരു നെടുവീർപ്പോടെ മെല്ലെ പറഞ്ഞു. ഉഴുന്നുവട പണ്ടേ വീക്ക്നെസ്സാണ്. പക്ഷേ അതൊരെണ്ണം വാങ്ങിക്കഴിച്ചാൽ 2 എണ്ണം വാങ്ങി കയ്യിൽ കരുതാൻ തോന്നും. ഒരു ദിവസം ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ എന്നും വാങ്ങണമെന്ന് മനസ്സ് ചുമ്മാ വാശി പിടിക്കും. എന്തിനിപ്പോൾ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ മനസ്സിനെ വെറുതെ പഠിപ്പിക്കുന്നത്? കേൾക്കുന്നവർക്ക് കാര്യം നിസ്സാരം 10 രൂപയുടെ കേസുകെട്ടാണ്. പക്ഷെങ്കിൽ കയ്യിൽ നിന്ന് ചുള പോകുന്നതും മനസ്സിലുണ്ടാവുന്ന വിഷമവും ഒക്കെ ആലോചിച്ചപ്പോൾ ഉഴുന്നുവടയ്ക്ക് കോടികളുടെ മൂല്യമാണ്. ഒരു നെടുവീർപ്പോടെ ഉഴുന്നുവടയെ നോക്കി ആത്മകഥം പറയുന്നവളെ സദാശിവൻ ചേട്ടൻ്റെ ശബ്ദമാണ് ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ആ, നിന്റെ ആങ്ങള ചെറുക്കൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് വയ്യാത്തതുകൊണ്ട് 3-4 ദിവസം പാല് കാണില്ലെന്ന്. അതുകൊണ്ട് തട്ടിയും മുട്ടിയുമൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവിടെ കച്ചവടം. എങ്ങനെയാ, പൈസ കയ്യോടെ വേണോ അതോ ആഴ്ചയ്ക്കപ്പുറം മതിയോ? ഒരേ വായിൽ ഒരു കൂട്ടം കാര്യം ചോദിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോഴേ കുറച്ചു മുന്നേ വരെ മനസ്സിലുണ്ടായിരുന്ന അല്പമാത്രമായ ആശങ്ക കൂടി അവളിൽ നിന്നും മാറി. എത്രയൊക്കെ അമ്മ പറഞ്ഞിരുന്നെങ്കിലും എന്തോ ഏട്ടനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല.
ഇതുവരെ ഉള്ള അനുഭവങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. എന്നാലും ആൾക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങളായി. ദൈവത്തിൻ്റെ നേരുകൊണ്ട് ഈ ഒരു മാറ്റത്തോടെ തന്നെ നിൽക്കട്ടെ എന്നെന്നും മഹാദേവനോട് മനസ്സിൽ 1000 വട്ടം കൈകൂപ്പിക്കൊണ്ടവൾ പിന്നെയും ഇന്ദ്രന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇതിപ്പോൾ സദാശിവൻ ചേട്ടൻ്റെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി ഇന്ദ്രേട്ടൻ വന്നു പറഞ്ഞിരുന്നു എന്ന്. എന്നാൽ ദിവസം മുന്നേ ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് അദ്ദേഹം ചോദിച്ചതിന് ഇന്ദ്രൻ മറുപടി പറഞ്ഞതെന്നറിയാതെ അവൾ ആ നിമിഷം അറിഞ്ഞില്ല. അവിടെയുള്ള പാലിൻ്റെ കണക്കൊക്കെ കൃത്യമായി ബുക്കിൽ രേഖപ്പെടുത്തി അവൾ നേരെ പോയത് സുമയുടെ അടുത്തേക്കാണ്. സുമ ചേച്ചി അംഗനവാടി ടീച്ചറാ. മണിക്കുട്ടിയെ വലിയ കാര്യമാണ്. അവൾ വേഗത്തിൽ സൈക്കിൾ ചവിട്ടി മണിക്കുട്ടിയുടെ വീടിന് മുന്നിലെത്തി ബെല്ലടിച്ചു. അത് കേട്ടതും അകത്തു നിന്ന് ചേച്ചിയുടെ 2ാം ക്ലാസ്സുകാരൻ മകൻ ഓടി വന്നു. മിക്കപ്പോഴും കുഞ്ഞു തന്നെയാണ് ഓടി വരാറ്. ആഹാ, ഇന്ന് സച്ചിൻ മോനാണോ പാല് വാങ്ങാൻ വന്നേ? ഇന്നാട്ടോ പാല്. ചേച്ചിക്ക് ധൃതിയുണ്ട്, പോകുവാണേ. പാല് ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൾ വേഗം അടുത്ത വീട്ടിലേക്ക് സൈക്കിൾ ചവിട്ടി. മനോജ് പണിക്ക് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മകൻ പാലുമായി വരുന്ന കണ്ടത്. ഈ പാൽക്കുപ്പിയിൽ പാൽ എവിടെ നടാ? മണിക്കുട്ടി ചേച്ചി തന്നു. ചെക്കൻ അച്ഛനെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ പോയതും പുറത്തു നിന്നും മനോജ് സുമേ സുമേന്നും പറഞ്ഞ് 3-4 തവണ ഉറക്ക വിളിച്ചു. എൻ്റെ മനോജേട്ടാ, മനുഷ്യൻ രാവിലെ പമ്പരം പോലെ കറങ്ങിക്കൊണ്ടാണ് നിൽക്കുന്നത്. അതിനിടയിൽ നിങ്ങൾ എന്താ എൻ്റെ പേര് വിളിച്ച് കളിക്കുന്നോ? കളിക്കുന്നത് ഞാനല്ല, നീയും നിൻ്റെ മോനും കൂടിയാ. നോക്ക് അവൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന്. മനോജ് ദേഷ്യപ്പെട്ടതും സുമ കുഞ്ഞിൻ്റെ കയ്യിൽ നോക്കുമ്പോൾ പാൽക്കുപ്പി. ഇതിപ്പോൾ ആരാ കൊണ്ടുവന്നേ? സുമ അന്തം വിട്ടുകൊണ്ട് മനോജിനെ നോക്കി. വേറെ ആര്? ആ പാൽക്കാരി പെണ്ണാവും. നീ ആ പെണ്ണിനോട് പറഞ്ഞില്ലേ ഇനി മുതൽ നമുക്ക് പാല് വേണ്ടാന്ന്? അങ്ങനെ അവൾക്ക് തോന്നും പോലെ പാല് കൊണ്ടുവരുമ്പോൾ മാത്രം നമ്മൾ ചായ കുടിച്ചാൽ മതിയോ? അതുകൊണ്ട് ഇന്ന് തന്നെ അവളെ പോയി കാര്യം കണ്ടിട്ട് നമ്മൾ പാല് നിർത്തിയ കാര്യം പറഞ്ഞോണം, കേട്ടല്ലോ? ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മനോജ് പുറത്തിറങ്ങി ബൈക്കിലേക്ക് കയറി. ഓരോരുത്തർമാരുടെയൊക്കെ അഹങ്കാരം. അവളുമാർ കൊണ്ടുവരുന്ന പാലിൽ നമ്മൾ ചായ കുടിക്കുന്നെന്ന് തീരുമാനിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ ഇവളുമാരുടെയൊക്കെ. ബാക്കി അയാൾ എന്താ പറഞ്ഞതെന്ന് സുമ കേട്ടില്ല. പക്ഷേ അത് എന്തായാലും നല്ലതൊന്നും ആകില്ലെന്ന് അവൾക്കുറപ്പുണ്ടായിരുന്നു. സുമിയുടെ വീടിൻ്റെ അടുത്ത് നിന്നും കുറച്ച് മാറിയ ലതയുടെ വീടാണ്. അവിടെ നിന്ന് പിന്നെയും 4-5 വീട് കടന്നാൽ മാത്രമേ സീതയുടെ വീടാവുന്നുള്ളൂ. ആദ്യമായാണ് ഇത്രയും ദിവസം സീതമ്മയും ശ്രീധരൻ മാമനെയും കാണാതിരിക്കുന്നത്. താൻ വയ്യാതെ കിടന്ന നേരത്ത് മകളെപ്പോലെ കണ്ടു നോക്കിയിട്ട് ഈ ദിവസം വരെ തൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് അന്വേഷിക്കാതെ ഇരുന്നതിൻ്റെ പരാതിയും പരിഭവവും പറയണം എന്ന് നിയമിച്ച് തന്നെയാണ് അവൾ വേഗത്തിൽ സൈക്കിൾ ചവിട്ടിയത്. പക്ഷേ ആയത്തിൽ ചവിട്ടിയതിൻ്റെ ആവേശം നിന്നത് എതിർവശത്തുള്ള വീടിൻ്റെ മുന്നിൽ കിടക്കുന്ന കാറിലേക്ക് കണ്ണുപോയപ്പോഴാണ്. അത്രയും നേരം വേഗത്തിൽ ചവിട്ടിയിരുന്ന അവളുടെ കൈ ബ്രേക്കിൽ അമർന്നു. ഒപ്പം എത്തിക്കുത്തി നിൽക്കുന്ന പോലെ കാല് പിടിച്ചിട്ട് പെട്ടെന്ന് സൈക്കിളിൽ ചാടി ഇറങ്ങുകയും ചെയ്തു. ഒന്നാമത് തൂക്കിയിട്ടിരിക്കുന്ന കുപ്പിപ്പാലിൻ്റെ ഭാരം, പിന്നെ അവളുടെ പിടപ്പിച്ചുള്ള നിൽപ്പും. പോരെ സൈക്കിൾ ചരിയാൻ. അങ്ങനെ ചരിഞ്ഞ കുപ്പിയും പാലും ഷോപ്പറും എല്ലാം കൂടി വീഴാൻ പോകുന്നു തോന്നിയതും അവൾ പെട്ടെന്ന് സൈക്കിൾ പിടിച്ച് നേരെയാക്കി. വെപ്രാളത്തോടെ അവൾ ആ വീട്ടിലേക്ക് എത്തി നോക്കി. ആരെയും പുറത്ത് കാണുന്നില്ല ആശ്വാസത്തിലാണ് സീതയുടെ വീട്ടിലേക്ക് സൈക്കിളുമായവൾ ഉരുട്ടിക്കയറിയത്. പുറത്തെത്തി 1-2 ബെല്ലടിച്ചു. സാധാരണ തൻ്റെ ആദ്യ ബെല്ലിൽ തന്നെ പുറത്തു വരുന്ന ആരെയും ഇന്ന് കാണുന്നില്ല. ഒപ്പം വീടും തുറന്നിട്ടിരിക്കുന്നു. സൈക്കിളിൽ തൂക്കിയിട്ടൊരു സഞ്ചി മെല്ലെ പടിയിൽ വെച്ച് പിന്നീട് സൈക്കിൾ സ്റ്റാൻഡിൽ അത് കയറ്റി വെച്ചിട്ട് പെണ്ണ് ആദ്യത്തെ പടി ചവിട്ടും മുന്നേ തന്നെ കുറച്ചൊരു ശബ്ദത്തിൽ വന്ന ചോദ്യം അവളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആരാ? പക്ഷേ കേട്ട ചോദ്യം എന്തെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാകും അവളുടെ കണ്ണ് ചുരുങ്ങി അവരെ ഒന്ന് നോക്കി. സീതമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് വയ്യാഴികയൊന്നും പുറമേ കാണുവാനില്ല. ഇനിയിപ്പോൾ ശ്രീധരൻ മാമൻ എന്തെങ്കിലും മേലാടിയെ വന്നിട്ടാവുമോ ഇത്രയും ദിവസം അവർ രണ്ടുപേരും തന്നെ കാണാൻ വരാതിരുന്നത്? ആ ഒരു ആശങ്കയോടെയാണ് ഇവിടേക്ക് ഇത്രയും സ്പീഡിൽ സൈക്കിൾ ചവിട്ടി വന്നത് തന്നെ. പക്ഷേ ഇവിടെ ഇപ്പോൾ സീതമ്മയ്ക്ക് തൊട്ടു പുറകെ ഇറങ്ങി വരുന്ന ശ്രീധരൻ മാമനെ കൂടി കണ്ടതും അവൾ ആകെ വല്ലാത്തൊരു സംശയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അവൾ 2-ാമത്തെയും 3-ാമത്തെയും പടി കയറി അവർക്കടുത്തേക്ക് ചെന്നു. നിങ്ങൾ രണ്ടുപേർക്കും സുഖമില്ലേ? വയ്യാഴികയൊന്നുമില്ലല്ലോ? സംശയം തീർക്കാൻ എന്ന പോലെ അവൾ പിന്നെയും ചോദിച്ചതും അതുവരെ അവളെ നോക്കി വെറുതെ നിന്നിരുന്ന സീതയുടെ മുഖം മാറുന്നത് പെണ്ണ് വ്യക്തമായി കണ്ടു. ഞങ്ങൾക്ക് വയ്യായികയുണ്ടോ, സുഖമാണോ എന്നൊക്കെ തിരക്കാൻ നീ ആരാണ് ഞങ്ങളുടെ? ഇന്ന് വരെ മോളേന്ന് തികച്ചു വിളിക്കാത്ത സീതമ്മയുടെ നാവിൽ നിന്ന് വന്ന ചോദ്യത്തിൽ മണിക്കുട്ടി ഞെട്ടിപ്പോയി. സീതമ്മേ? സീതമ്മയോ? ആരുടെ സീതമ്മ? അമ്മേ? അമ്മയോ? ഞാൻ ആരുടെ അമ്മ അച്ഛനൊന്നുമല്ല. അതുപോലെ പെങ്കൊച്ചെ,
ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ നേരെ ഇടിച്ചു കയറി അകത്തേക്ക് വരുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് എവിടെയെങ്കിലും ചെന്നാൽ വീട്ടുകാർ ഇറങ്ങി വരുന്നതുവരെ പുറത്തു നിൽക്കുന്നതാണ് മര്യാദ. അല്ലാതെ ഞാനിത് ആരോടാണ് മര്യാദയെപ്പറ്റി ക്ലാസ് എടുക്കുന്നത്? മര്യാദയുടെ മാ ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരോടൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് ഈ കൊച്ചിനോട് കാര്യം എന്താണെന്ന് തിരക്കി പറഞ്ഞുവിടാൻ നോക്ക് ശ്രീധരേട്ടാ. ചുമ്മാ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ വീട്ടിൽ നിർത്തി സമയം കളയുന്നത് അത്ര നല്ലതല്ല. ഒരൊറ്റ നേറ്റിക്ക് വായിൽ വരുന്നത് അത്രയും പറയുന്ന സീതമ്മയെ ഞെട്ടലിലൂടെയാണ് മണിക്കുട്ടി നോക്കി നിന്നത്. ഒന്നടങ്ങ് സീത, എന്തൊക്കെയാ നീ വിളിച്ച് പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ നിനക്ക്? ആദ്യം മുതൽ തന്നെ സീതയുടെ സംസാരം നിർത്താൻ ശ്രമിക്കുന്ന ശ്രീധരൻ ഒരല്പം ഒച്ച പൊക്കി പറഞ്ഞതും ബാക്കി എന്തോ പറയാൻ വന്നവർ പെട്ടെന്ന് മുഖവും വെട്ടിച്ച് അകത്തേക്ക് കയറിപ്പോയി. എന്താ ശ്രീധരൻ മാമേ, എന്താ പ്രശ്നം? സീതമ്മ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? കരഞ്ഞുകൊണ്ട് പെണ്ണ് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തു നിന്നും കണ്ണു മാറ്റാതെ അവളെ തന്നെ പഠിക്കുകയായിരുന്നു ശ്രീധരൻ. പറ മാമേ, എന്താ കാര്യം? നിനക്കറിയില്ലേ കാര്യമൊന്നും? നിക്കെന്തറിയാനാ? അറിയാമെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുമോ? ഇത്തവണ സങ്കടത്തിനൊപ്പം ലേശം ദേഷ്യം കൂടി കലർന്നുകൊണ്ടാവും ശബ്ദം ഒരിത്തിരി ഉയർന്നു. ദേ ശേഖരേട്ടാ, ഇവിടെ കിടന്ന് ആരും ബഹളം വയ്ക്കുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയേ. അകത്തേക്ക് പോയവർ അതിലും സ്പീഡിൽ തിരിച്ചെത്തിക്കൊണ്ട് പെണ്ണിനെ നോക്കാതെ തന്നെ ശ്രീധരനോട് ദേഷ്യപ്പെട്ടു. ഞാൻ ഞാൻ പുറത്തിറങ്ങി നിൽക്കാം. പക്ഷേ സീതമ്മയ്ക്ക് എന്നോട് ഇത്രയും ദേഷ്യം തോന്നുന്നത് എന്താണെന്ന് പറയണം. പുറത്തേക്കിറങ്ങി മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ മുന്നിൽ രണ്ട് കൈയും കൂപ്പി നിന്ന് ചോദിക്കുന്ന പെണ്ണിനെ കണ്ടതും ശ്രീധരൻ അത്രയും സങ്കടമായി അവൾക്കടുത്തേക്ക് ചെന്നു. ആദ്യം നീ കരച്ചിൽ നിർത്ത്, എന്നിട്ട് ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായി നീ മറുപടി പറയും. അയാൾ അവളെ നോക്കി ഗൗരവത്തോടെയാണ് പറഞ്ഞത്. പറയാം, മാമൻ ചോദിച്ചോ. അവൾ വേഗം കണ്ണു തുടച്ചുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി പറഞ്ഞു. ഈ നിൽക്കുന്ന നിന്റെ സീതമ്മ നിന്നെ ഫോൺ ചെയ്തപ്പോൾ നീ എന്തിനാ വേണ്ടെന്ന് പറഞ്ഞത്? കാർക്കശ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യാപകനെ പോലെ അയാൾ ചോദിച്ചതും കേൾക്കാൻ പാടില്ലാത്ത എന്തോ പുതുതായി കേൾക്കുന്ന പോലെ അവൾ അമ്പരന്നുകൊണ്ടും ഞെട്ടിക്കൊണ്ടും അയാളെ നോക്കി. സീതമ്മ എന്നെ വിളിച്ചോ? എപ്പോ? ഇരു കണ്ണുകളും തുടച്ചുകൊണ്ട് ഞെട്ടി മാറി രണ്ടുപേരെയും നോക്കി അവൾ ചോദിച്ചു. മണിക്കുട്ടി, നീ നുണ പറയരുത്. ഞാൻ വിളിച്ച് ഫോൺ നിന്റെ അമ്മ നിന്റെ കയ്യിൽ കൊണ്ട് തന്നപ്പോൾ ആരോടും സംസാരിക്കേണ്ട, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തത് നീയല്ലേ? ഞാനോ? അതെ, നീ തന്നെ. നീ എൻ്റെ ഫോൺ വേണ്ടെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് സീത അവളെ ദഹിപ്പിച്ച് നോക്കി. ഞാൻ അമ്മയുടെ ഫോൺ വേണ്ടെന്ന് പറഞ്ഞെന്നോ? ഞെട്ടിക്കൊണ്ടാണ് പെണ്ണ് പിന്നെയും ചോദിച്ചത്. നിന്നോട് ഞാൻ മലയാളം തന്നെയല്ലേ കൊച്ചെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഏതോ ഭാഷയൊന്നുമല്ലല്ലോ. ഇത്രയ്ക്ക് നീ അങ്ങ് ഞെട്ടാൻ? അവൾ വീണ്ടും വീണ്ടുമുള്ള ചോദ്യം ഇഷ്ടപ്പെടാതെ സീത ശ്രീധരനെ നോക്കി മാറി നിന്നു. ഇതേ സമയം മുന്നിൽ നിൽക്കുന്നവളെ പഠിക്കുകയായിരുന്നു ശേഖരൻ. അവളുടെ നിൽപ്പും ഭാവവും നോട്ടവുമൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഈ പറയുന്നതൊക്കെ അവൾ ആദ്യമായാണ് കേൾക്കുന്നതെന്ന്. അതല്ല, ഇതൊക്കെ നേരത്തെ അറിഞ്ഞു വെച്ചുകൊണ്ടാണവൾ ഇങ്ങനെ പറയുന്നതെങ്കിൽ പറയാതിരിക്കാൻ സാധിക്കില്ല. അവൾ അത്രയും നല്ല അഭിനേത്രിയാകും. പക്ഷേ തങ്ങൾക്കറിയുന്നവൾക്ക് എന്തായാലും അത്രയും അഭിനയപാഠവുമൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിക്കും ധർമ്മസങ്കടത്തിൽ പെട്ടെന്നുപോലെ അയാൾ തനിക്ക് ഇരുവശവും നിൽക്കുന്നവരെ മാറി മാറി നോക്കി. കാരണം സീത പറയുന്നതൊക്കെ നേര് തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ മണിക്കുട്ടിയുടെ പേരിൽ അവരെന്തിനു നുണ പറയണം? അതേസമയം മുന്നിൽ നിൽക്കുന്നവളെ അവിശ്വസിക്കാനും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ആദ്യം മുതൽ ചോദിച്ചറിയാൻ ശ്രീധരൻ തീരുമാനിച്ചു. മണിക്കുട്ടി, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി തരുമോ? ശ്രീധരേട്ടന് വേറെ ജോലിയൊന്നുമില്ലേ? ഇവക്കടെ ആങ്ങള കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ എൻ്റെ ഫോൺ ഇവള് വേണ്ടാന്ന് പറഞ്ഞ നിമിഷം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ദ്രൻ പറഞ്ഞതിൽ കള്ളമൊന്നുമില്ലെന്ന്. ദേഷ്യത്തോടെ ചാടിക്കടിച്ചാണ് സംസാരമെങ്കിലും അവരെ അടുത്തറിയുന്നവർക്കറിയാമായിരുന്നു അവർ പറയുന്നത് പിന്നിലുള്ള വികാരങ്ങളെല്ലാം. ഇന്ദ്രേട്ടൻ കാശ് വാങ്ങിയെന്നോ? ആരുടെ കയ്യിൽ നിന്ന്? അതുവരെയും കണ്ണീരൊഴുക്കി സീതമ്മയെ നോക്കി നിന്നവൾ തൊട്ടടുത്ത നിമിഷം ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ശ്രീധരന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവാൻ തുടങ്ങി. ഈ പെണ്ണെന്താ ശ്രീധരേട്ട ഒന്നും അറിയാത്ത പോലെ പൊട്ടം കളിക്കുന്നത്? സീതമ്മേ, ഞാൻ കുടുംബിടുന്ന എൻ്റെ ദൈവങ്ങളാണ് സത്യം. അമ്മയും ശേഖരൻ മാമനും പറയുന്ന ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് തെളിച്ചു പറയുമോ? കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ വാക്കുകളുടെ വ്യക്തതയും മുന്നിൽ നിൽക്കുന്ന ആളുടെ കണ്ണിലേക്ക് നോക്കിയുള്ള ചോദ്യത്തിലും ശ്രീധരൻ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ അന്തിച്ചു നിന്ന് കേട്ടുകൊണ്ടിരുന്നവളുടെ ഭാവം പോകെ പോകെ മാറി തുടങ്ങി.
ഒടുക്കം തൻ്റെ ഏട്ടൻ തനിക്ക് വിലയിട്ട് കാശു വാങ്ങി എന്ന് കേട്ടതും പെണ്ണ് സർവം തകർന്ന പോലെ നിലക്കത്തേക്കിരുന്നു പോയി. ശബ്ദമില്ലാതെ അലറിക്കരഞ്ഞുകൊണ്ടവൾ മുറ്റത്തേക്ക് തല കുമ്പിട്ടിരുന്നതും അവളുടെ ആ വീഴ്ചയിൽ ആദ്യം പോയി താങ്ങിയത് സീതമ്മ തന്നെയായിരുന്നു. മണിക്കുട്ടി, കൊച്ചി എന്താടി? അവളുടെ ആർത്തറച്ചുള്ള കരച്ചിൽ കേട്ട് സീതമ്മയ്ക്കും ഭയം തോന്നി. ആ നേരത്താണ് വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ആർത്തലച്ചുകൊണ്ട് ഒരു ബുള്ളറ്റ് വന്നു നിന്നത്. അതിൽ നിന്നും വേഗത്തിലിറങ്ങിയ ആൽബി ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് നിലത്തേക്ക് കുമ്പിട്ടിരിക്കുന്നവളെയും അവളെ പിടിച്ചുയർത്താൻ പാടുപെടുന്ന സീതമ്മയാണ്. ആരോ നിലത്ത് വീണെന്ന് കരുതി എന്താ പ്രശ്നമെന്നറിയാതെ അവൻ ഓടിപ്പിടിച്ച് അകത്തേക്ക് വന്നു. എന്താ ശ്രീധരേട്ട കാര്യം? എന്തിനാ വേഗത്തിൽ വരാൻ പറഞ്ഞത്? താഴെ വീണവർ കരികിലെത്തി മണ്ണിൽ കിടന്നവളെ പിടിച്ചുയർത്തി ആൽബി ചോദിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നവളിലായിരുന്നു ശ്രീധരൻ്റെ കണ്ണ്. ആൽബിയും അപ്പോഴാണ് താൻ പിടിച്ചിരിക്കുന്നവളെ ശ്രദ്ധിക്കുന്നത്. മണിക്കുട്ടി, അവളുടെ ശരീരം കില വിറയ്ക്കുന്നുണ്ട്. എന്താ ശ്രീധരേട്ടാ, ഇവളെന്താ ഇവിടെ? നീ അവളെ അകത്തേക്ക് ഇരുത്ത് ആൽബി. ഗൗരവത്തോടെയുള്ള ആ പറച്ചിലിൽ ആൽബി അവളെ തോളിലൂടെ പിടിച്ച് അകത്തേക്കിരുത്തി. ഒപ്പം തന്നെ സീതമ്മ അവളെ താങ്ങാൻ എന്ന പോലെ ഒരു കയ്യിലും പിടിച്ചിരുന്നു. നീ പോയി ഇവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ സീതേ. കേൾക്കേണ്ട താമസം അകത്തേക്ക് പോയവർ ചൂട് ചായയുമാണ് തിരിച്ചു വന്നത്. ഇന്ന മോളെ, ഇത് കുടിക്ക്, ഇത്തിരി ചൂടകത്തേക്ക് ചെല്ലട്ടെ. വേണ്ടെന്ന പോലെ അവൾ തല വെട്ടിച്ചതും സീതയുടെ ശബ്ദം മാറി. നല്ല തല്ല് തന്ന് നിന്നെക്കൊണ്ട് കുടിപ്പിക്കണ്ടെങ്കിൽ വേഗം കുടിക്കടി. അവളിരുന്ന് വിറയ്ക്കുന്നു. ഒരൊറ്റ ഒച്ചയെടുപ്പിൽ ഭയന്നു പോയവൾ അത് കയ്യിലേക്ക് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു. ചൂടുണ്ട്, മെല്ലെ കുടിച്ചാൽ മതി. കുടിക്കുമ്പോൾ പോലും ചുണ്ട് വിതുമ്പുന്നവളെ നോക്കി അലിവോടെയാണവർ പറഞ്ഞത്. എന്താ ശ്രീധരേട്ട കാര്യം? ഇവൾക്കിത് എന്നതാ പറ്റിയേ? സീതയെ പേടിച്ച് കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിൽ മുറുക്കി പിടിച്ച് ചായ കുടിക്കുന്നവളെ നോക്കി അടക്കത്തിലാണ് അവൻ ചോദിച്ചത്. നമ്മൾ കണ്ടതും കേട്ടതുമൊന്നുമല്ല സത്യം ആൽബി. ഇവളുടെ കാര്യത്തിൽ ഇനിയും എന്തൊക്കെയോ അറിയാൻ ബാക്കിയുണ്ട്. ഇതുതന്നെയല്ലേ ആദ്യം മുതൽ ഞാൻ പറയുന്നത്. നമ്മൾ അറിഞ്ഞതും കേട്ടതുമൊന്നുമല്ല സത്യം. ശരിക്കും നേരറിയണമെങ്കിൽ ഇവളെന്തെങ്കിലും പറയണം. എന്തായാലും ഇന്നത്തോടെ കല്ലും നെല്ലും തിരിയുമല്ലോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചിലരെയൊക്കെ ഒന്ന് കാണാൻ. അത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇന്ദ്രൻ്റെ മുഖം മാത്രമായിരുന്നു. കൊച്ചെ, ഈ പറയുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പറയുന്നതൊക്കെ വ്യക്തമായിരിക്കണം. കയ്യിലിരുന്ന ഫോൺ അവൾക്ക് മുന്നിലേക്ക് വെച്ചുകൊണ്ട് ആൽബി സൈഡിലേക്ക് ചാരി നിന്നു. എന്തിനാ ആൽബി? കാര്യങ്ങളൊക്കെ ജെറിനും കൂടി അറിഞ്ഞിരിക്കണമല്ലോ. ഒന്നുമല്ലെങ്കിലും അവൻ്റെ മുന്നിൽ വെച്ചല്ലേ ഹരി അവന് കാശ് കൊടുത്തത്. മോള് പറയ്, അന്നെന്താ ശരിക്കുമുണ്ടായത്? അവൾ എന്താ പറയാൻ പോകുന്നത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷയിൽ തൊട്ടപ്പുറത്തായി ശ്രീധരനും സീതമ്മയും ഇരുന്നു. മുറിവുമായി വീട്ടിൽ ചെന്നതിൻ്റെ അന്ന് ഒന്നും രണ്ടും പറഞ്ഞ് അമ്മയുമായിട്ട് ശരിക്കും മുഷിഞ്ഞിരുന്നു. ആ ഒരു സങ്കടത്തിൽ കയറി കിടക്കുമ്പോഴാണ് രാത്രി ഏട്ടൻ വരുന്നത്. അന്ന് വരെ എൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാത്ത ഏട്ടൻ അന്ന് ആദ്യമായാണ് എൻ്റെ വിവരങ്ങളൊക്കെ തിരക്കുന്നത്. നേര് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞെട്ടലായിരുന്നു. സ്വപ്നം കണ്ട് കണ്ണു തുറക്കുമ്പോൾ എല്ലാം പഴയ പോലെ ആകുമെന്നുള്ള ഭയപ്പെടുന്ന പോലെയായിരുന്നു കാര്യങ്ങൾ എനിക്ക് ചുറ്റും. കാരണം ഇതൊക്കെ എനിക്ക് അത്രയും പുതിയതായിരുന്നു. എന്തെന്നാൽ ഏട്ടൻ്റെ കരുതലോ അമ്മയുടെ സ്നേഹമോ ഒക്കെ എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. പറയുമ്പോൾ ഏങ്ങലടിയുടെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവളെ ഷോളിൻ്റെ തുമ്പും കൊണ്ട് വായിൽ പൊത്തിപ്പിടിച്ചു. മണിക്കുട്ടി. സീത വന്നവളുടെ തോളിൽ പിടിച്ചതും അവൾ ആ കൈയിലേക്ക് മുറുകി പിടിച്ചു. പിറ്റേന്നും ഏട്ടൻ എനിക്ക് വേണ്ടി അമ്മയോട് എന്തൊക്കെയോ പറയുകയോ വഴക്കുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഏട്ടൻ എനിക്ക് വേണ്ടി നിന്ന സമയത്താണ് ഏട്ടന് ഒരു ഫോൺ വന്നു എന്ന് പറഞ്ഞ് പുറത്തു പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നിട്ട് പറഞ്ഞു എന്നെ വണ്ടി ഇടിച്ചതിൻ്റെ പേരിൽ സാറും മറ്റാരോ ഒക്കെ കൂടി ചേർന്ന് അദ്ദേഹത്തിനെ പോലീസിൽ പിടിപ്പിച്ചെന്ന്. ആര് പിടിപ്പിച്ചു എന്നോ? അറ്റവും മൂലയും മുറിഞ്ഞുള്ള സംഭാഷണത്തിൽ പാതിയും വ്യക്തമാവാത്തവൻ വീണ്ടും എടുത്തു ചോദിച്ചതും പെണ്ണ് മുന്നിൽ നിൽക്കുന്നവനെ ഒന്ന് നോക്കി. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ പറഞ്ഞാൽ മതി. പറയ്, ആരെ പിടിച്ചെന്നാ? ആൽബി സാറും ഇവിടെയുള്ള വേറെ ആരൊക്കെയോ ചേർന്ന് ആ കാർ ഓടിച്ച ചേട്ടനെ എന്നെ ഇടിച്ചിട്ടു എന്ന പേരിൽ പോലീസിൽ കയറ്റിയെന്ന്. എന്നിട്ട്? ആൽബി ഒന്ന് അമർത്തി മൂളി. അത് കേട്ടതും ഞാൻ വല്ലാതെ പേടിച്ചു. കാരണം ആ ചേട്ടൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. അങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പരാതിയൊന്നുമില്ല എന്ന പേരിൽ ഞാനായിട്ട് ഒരു അപേക്ഷ കൊടുത്താൽ ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ ആ സാറ് രക്ഷപ്പെടുമെന്ന്. ഏതാണ്ടൊക്കെ കാര്യങ്ങളുടെ കിടപ്പ് വശം 3 പേർക്കും അവിടെയെന്ന് മനസ്സിലായി തുടങ്ങി. അത് കേട്ടതും ആ സാറിൻ്റെ പേരിൽ പരാതിയൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു.
നീ ഒപ്പിട്ട് കൊടുക്കുക മാത്രമാണോ ചെയ്തത്, അതോ മാറ്ററും എഴുതിയായിരുന്നോ? ആദ്യം ഞാൻ എഴുതിയതിൽ മാറ്ററും എഴുതിയിട്ടാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. ആദ്യം നീ എഴുതിയതെന്ന് വെച്ചാൽ? സീത അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ആ ഫോൺ വന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞത് ആ ചേട്ടനെ പോലീസിൽ പിടിച്ചു വെച്ചിരിക്കുകയെന്നാ. വേഗം തന്നെ അത് എഴുതിക്കൊണ്ട് പോയാൽ മാത്രമേ ആളെ ജാമ്യത്തിലെങ്കിലും വിടൂ എന്ന്. അങ്ങനെയാണ് ഞാനത് എഴുതി ഒപ്പിട്ട് കൊടുത്തത്. ഏട്ടൻ അതും വാങ്ങി അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞതും ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഓടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു. അയാളുടെ കയ്യിൽ 2 പേപ്പർ ഉണ്ടായിരുന്നു. എന്നിട്ട് വേഗം അതിൽ 2ലും ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി ഏട്ടനെ വിളിച്ചു തന്നു. കോൾ എടുത്ത് കാര്യം തിരക്കിയപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഞാൻ എഴുതിയ രീതിയിലല്ല പോലും എഴുതേണ്ടത്, വേറെ എന്തൊക്കെയോ രീതിയിൽ എഴുതാൽ മാത്രമേ അവർ കേസ് പിൻവലിക്കുള്ളൂ എന്ന്. തൽക്കാലം ഞാൻ ആ 2 പേപ്പറിലും ഒപ്പിട്ട് കൊടുത്താൽ മതി. പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ അപേക്ഷ എഴുതാൻ ഇരിക്കുന്നവരെ കൊണ്ട് ഏട്ടൻ തന്നെ അതിലെ കാര്യങ്ങൾ എഴുതിച്ച് സ്റ്റേഷനിലേക്ക് കൊടുത്തേക്കാമെന്ന്. എത്രയും വേഗം ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തെ ഒരാഴ്ചത്തിലേക്ക് ജയിലിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ ഏട്ടൻ പറഞ്ഞപ്പോൾ അവൾ വിതുമ്പി. പറഞ്ഞപ്പോൾ നീ ഒപ്പിട്ട് കൊടുത്തു അല്ലേ? സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ചതി സഹിക്കാൻ വയ്യാതെ അവൾ മുഖം പൊത്തി പിന്നെയും കരയാൻ തുടങ്ങി. കണ്ടില്ലേ ശ്രീധരേട്ടാ, അന്നേ ഞാൻ പറഞ്ഞതല്ലേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ കൊച്ചിനെ ഒന്ന് വിളിപ്പിച്ചാൽ ഈ പ്രശ്നം അപ്പോൾ തീരുമെന്ന്. വല്ലാത്തൊരു ദേഷ്യത്തോടെ ആൽബി പല്ല് ഞെരിച്ചു. അതിപ്പോൾ നമ്മൾ വിളിക്കാൻ കൂട്ടാക്കിയെങ്കിലും ഹരി സമ്മതിക്കാഞ്ഞിട്ടല്ലേ? അവൻ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം കാശ് കൊടുത്ത് ഒതുക്കിയാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നെടുവീർപ്പോടെ അയാൾ പറഞ്ഞതും മണിക്കുട്ടി പെട്ടെന്ന് കണ്ണു തുടച്ചുകൊണ്ട് നോക്കി. ശ്രീധരൻ മാമ, എൻ്റെ പേരും പറഞ്ഞ് ഏട്ടൻ എത്ര രൂപയാ സാറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയത്? അത് ചോദിക്കുമ്പോൾ അവളുടെ ഉള്ളിലെ ആദി ആ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. അതങ്ങനെ ഒരുപാടൊന്നും ഇല്ല മോളെ. കാശിൻ്റെ കണക്ക് വ്യക്തമായി പറയാതെ ശ്രീധരൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഒപ്പം ആൽബിയോടും പറയണ്ട എന്നുള്ള രീതിയിൽ കണ്ണു കാണിച്ചു. ശ്രീധരൻ മാമൻ കള്ളം പറയണ്ട, അതിന് എത്ര തുകയായാലും മാമൻ എന്നോട് പറയാം. എന്തായാലും കൂടപ്പിറപ്പ് ചതിച്ചതിൻ്റെ അത്രയും വിഷമമാകില്ല എനിക്കത് കേൾക്കുമ്പോൾ. വിഷാദം അത്രയും കലർന്ന മുഖത്തോടെ അവൾ ചോദിക്കുമ്പോൾ ശ്രീധരൻ നോക്കിയത് ആൽബിയെ ആയിരുന്നു. കണക്കും പറഞ്ഞ് 50,000 രൂപയാണ് അവൻ വാങ്ങിക്കൊണ്ട് പോയത്. 50,000 രൂപയോ? ഞെട്ടൽ മാറാതെ പെണ്ണിൻ്റെ ഹൃദയം പിടഞ്ഞു. 50,000 എന്ന് കേട്ടപ്പോൾ ആ കൊച്ചു ഞെട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ 10 ലക്ഷത്തിൻ്റെ കഥ കേട്ടായിരുന്നെങ്കിലോ ആൽബിയെ? ഫോണിൽ നിന്നും കേൾക്കുന്ന ശബ്ദത്തിൽ അവൾ പെട്ടെന്ന് ചുറ്റും നിൽക്കുന്നവരെ നോക്കി. ഞാൻ നിന്നെ വിളിക്കാമെടാ ജെറിനെ. വെപ്രാളപ്പെട്ട് നിൽക്കുന്നവളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും മുന്നേ തന്നെ അവനെ തടയാൻ എന്ന പോലെ ആൽബി ടേബിളിന് മുകളിൽ നിന്നും ഫോൺ പെട്ടെന്നെടുത്ത് ചെവിയിലേക്ക് വെച്ചു പറഞ്ഞു. ചോദിച്ചിട്ട് ഞാൻ പറയാടാ. ആദ്യം അവളുടെ കാര്യം എന്താണെന്നറിയട്ടെ. അവിടെ നിന്നും കേട്ടതിന് മറുപടി എന്ന പോലെ അത്രയും പറഞ്ഞുകൊണ്ടവൻ ആ കോള് കട്ട് ചെയ്തു. ഇന്ദ്രേട്ടൻ ചോദിച്ചതാണോ ഈ 10 ലക്ഷം? ആൽബി ഫോൺ വെച്ചെന്ന് കണ്ടതും മണിക്കുട്ടി ചോദിച്ചു. നിന്റെ ജീവൻ്റെ വില. അവൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കും പോലെ അവൻ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവനും വിലയുണ്ടല്ലേ? സ്വയം പുച്ഛിച്ചുകൊണ്ട് കണ്ണുനീരിൽ കുതിർന്ന ഒരു പുഞ്ചിരിയോടെ അവൾ പറയുമ്പോൾ കേട്ടുനിന്ന എല്ലാവരുടെയും കണ്ണൊന്ന് കലങ്ങി. ഇനി സീതമ്മ പറഞ്ഞേ, എന്തായിരുന്നു ഫോണിൻ്റെ കാര്യം? വന്ന് കയറിയപ്പോഴേ കേട്ട ഫോണിൻ്റെ സംഭവം അപ്പോഴാണവർ ഓർക്കുന്നത്. അതൊന്നുമില്ല. കാര്യം വ്യക്തമായി പറയാതെ സീതമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പറയല്ലേ, എന്തോ അത്രയും വലിയൊരു കാര്യമുണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരിക്കലും അമ്മ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് പ്ലീസ് അമ്മ, അതുകൂടി പറയ്. അതിപ്പോൾ എത്ര വലിയ കാര്യമായാലും ഇപ്പോൾ കേട്ടതിൽ നിന്നുമൊന്നും വലുതാവില്ലല്ലോ. കാര്യം അറിയാനുള്ള ആഗ്രഹത്തോടെ അവൾ ചോദിച്ചതും സീതയുടെ കണ്ണുകൾ അനുവാദത്തിനായി പോയത് ശ്രീധരന് നേരെയാണ്. എന്നെ നോക്കേണ്ട കാര്യമില്ല. നിനക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണ്ട. കുറച്ചു മുന്നേ താൻ എടുത്തുചാടി പ്രവർത്തിച്ചതിൻ്റെ ദേഷ്യമാണ് ആ വാക്കുകളിൽ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ സീത പിന്നങ്ങോട്ട് നോക്കാൻ പോയില്ല. എന്തായാലും പറഞ്ഞേര് ചേച്ചി. ഇനിയിപ്പോൾ അതായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് അവൾക്ക് അവളുടെ ആങ്ങളയോടും അമ്മയോടും പുതുതായി സ്നേഹമൊന്നും പൊട്ടിമുളച്ച് വരില്ലല്ലോ. ആൽബി അങ്ങനെ പറഞ്ഞതും സീത വന്ന് മണിക്കുട്ടിയുടെ അരികിലേക്കിരുന്നു. അന്ന് നിന്റെ ആങ്ങള നിന്റെ പേരിൽ കാശ് വാങ്ങിക്കൊണ്ട് പോയില്ലേ? എന്തോ അതിൽ നീ ഒപ്പിട്ട് കൊടുത്തെന്നൊക്കെ കേട്ടപ്പോൾ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അതൊന്ന് വിളിച്ച് ക്ലിയർ ചെയ്യാനാണെങ്കിൽ ഇവർക്കൊപ്പമുള്ളവൻ ഇവരെ സമ്മതിച്ചതുമില്ല. പക്ഷേ എനിക്ക് നിന്നെ വിളിക്കാനും കാര്യങ്ങൾ തിരക്കാനുമൊന്നും മറ്റാരുടെയും അനുവാദം വേണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ നിന്നെ വിളിച്ചത്. എടുത്തത് നിന്റെ അമ്മ. ആദ്യം കുറച്ചു നേരം ഫോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞവരെന്നെ പൊരിച്ചു. മോൻ
പറഞ്ഞേൽപ്പിച്ചിരുന്നെന്ന് പോലും നിന്റെ ഫോൺ ഒരിക്കലും നിന്റെ കയ്യിൽ തരരുതെന്ന്. ആര്? ഇന്ദ്രേട്ടനോ? നിന്റെ ആ ചന്ദ്രേട്ടൻ. അങ്ങനെ മോൻ കൊടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് നിനക്ക് ഫോൺ തരില്ലെന്ന് അവർ തറ തട്ടേ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഫോൺ കൊടുത്തില്ലെങ്കിൽ രാത്രിയായാലും ഞാൻ അങ്ങോട്ട് വരുമെന്ന്. അതെന്തോ അവർക്കത്രയും താല്പര്യമില്ലാതിരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഫോണും കൊണ്ട് നിന്റെ അടുത്ത് വന്നത്. അങ്ങനെ ഫോണും കൊണ്ട് വന്നിട്ട് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ നിനക്കാരുടെയും ഫോൺ വേണ്ട എന്ന് നീ പറയുന്നത് ഞാൻ അതിൽ കൂടി കേട്ടായിരുന്നു. സത്യം പറയാലോ കൊച്ചേ, നിന്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതിലും ഞാൻ തകർന്നു പോയത് അവർ വീണ്ടും എൻ്റെ പേര് പറഞ്ഞിട്ട് ഫോൺ നിന്റെ കയ്യിൽ തരാൻ പോയപ്പോൾ ഏത് സീതയാണെങ്കിലും പാർവതിയാണെങ്കിലും നിനക്ക് ഫോൺ കോൾ വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ്. എന്നിട്ട് നീ ആ ഫോൺ കട്ട് ചെയ്തപ്പോഴാ. ഒന്നുമല്ലെങ്കിലും നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ചതല്ലേ. ആ നിന്റെ അടുക്കൽ നിന്നും അങ്ങനത്തെ വർത്തമാനവും കാര്യവുമൊക്കെ കേട്ടതും എൻ്റെ പിടി വിട്ടുപോയി. നാളുകൾക്ക് ശേഷം ഒരുപക്ഷെ ഞാൻ അത്രയും കരഞ്ഞത് അന്ന് രാത്രിയിലായിരിക്കും. അത്രയ്ക്കും നിന്റെ ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചിട്ടുണ്ട്. ആ ഓർമ്മയിൽ പോലും അവർ തേങ്ങി. ആ ഒരു ദേഷ്യവും സങ്കടമൊക്കെയാ നീ വന്നപ്പോൾ ഞാൻ ഈ കാട്ടിക്കൂട്ടിയത്. അല്ലാതെ നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളടി. അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് കരയുമ്പോൾ അവളും കരയുകയായിരുന്നു. സോറി അമ്മ, ഞാൻ കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ടല്ലേ. ശരിക്കും അമ്മയാണെന്ന് കരുതിയിട്ടല്ല ഞാൻ ആ ഫോൺ എടുക്കാഞ്ഞതും രണ്ടാമത് വാങ്ങി കട്ട് ചെയ്തതും. മനസ്സിലായില്ല. ശാരദ ഞാനാണെന്ന് പറഞ്ഞ് തന്നെയാണല്ലോ നിനക്ക് ഫോൺ തന്നത്. സംശയത്തോടെ അവരുടെ കണ്ണുകൾ മാത്രമല്ല മറ്റു രണ്ടുപേരുടെയും 4 കണ്ണുകൾ കൂടി അവൾക്ക് മുകളിലേക്ക് വന്ന് പതിച്ചു. പറഞ്ഞിട്ടുണ്ടാവും, കാരണം ചില പ്രത്യേക ആൾക്കാരുടെ ഫോൺ വരുമ്പോൾ ഇങ്ങനെ സീതമ്മയുടെയും സുമചേച്ചിയുടെയും ഒക്കെ പേര് പറഞ്ഞാണ് അമ്മ എന്നെക്കൊണ്ട് ആ ഫോൺ എടുപ്പിക്കാറ്. ഇതും അതുപോലെയാണെന്ന് കരുതിയിട്ടാ ഞാൻ. പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. പ്രത്യേക ആൾക്കാരോ? അതാരെ കൊച്ചെ വേറെ ആൾക്കാർ? സീതമ്മയുടെ ചോദ്യത്തിനൊപ്പം തന്നെ എബിൻ്റെ ചോദ്യവും തേടിയെത്തി. അതൊക്കെ വലിയ രസമായിട്ടാ. ഒരു നെടുവീർപ്പോടെ അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നല്ലോണം പാളിപ്പോയെന്ന് മുന്നിലിരിക്കുന്ന ഓരോ മുഖങ്ങളും അവളോട് വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ എന്ത് മുഖം മൂടി? എന്താടി കൊച്ചെ ഇത്? ചുമ്മാ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടിയായിരുന്നു മോങ്ങുന്ന നിന്നെയുണ്ടല്ലോ കാലിൽ പിടിച്ച് ഭിത്തിക്കടിക്കുക വേണ്ടത്. എബിൻ്റെ ദേഷ്യം കണ്ട് ആ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് തൻ്റെ കണ്ണിപ്പോഴും പെയ്യുന്നത് അവൾ അറിയുന്നത്. അവൻ്റെ രൂക്ഷമായ നോട്ടം തൻ്റെ മുഖത്തു നിന്നും മാറുന്നില്ലെന്ന് കണ്ട് പെട്ടെന്ന് അവൾ 2 കൈകൾ കൊണ്ടും മുഖം തുടച്ചു. ഒപ്പം അവനിൽ നിന്ന് കണ്ണുമാറ്റി നേരെ ഇരിക്കുകയും ചെയ്തു. ഇന്ദ്രേട്ടൻ ഏറ്റവും കൂടുതൽ ഓട്ടത്തിന് പോകുന്നത് അജിത്ത് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയാണ്. പുള്ളിക്ക് സ്വന്തമായി കോറിയോ അല്ലാതെ ഈ കൂപ്പിൽ ലേലം പിടിക്കുന്നതോ ഒക്കെയാണ് ജോലി. വലിയ കാശുകാരൻ. അവളൊരു കഥ പറയുന്ന പോലെ തുടങ്ങി. ആദ്യമൊക്കെ അവർ തമ്മിൽ മുതലാളി തൊഴിലാളി ബന്ധമായിരുന്നെങ്കിലും പിന്നെ പിന്നെ എന്തൊക്കെയോ കാരണങ്ങളാൽ അവർ കൂട്ടുകാരായി. കൂട്ടുകാരനെന്ന് വെച്ചാൽ ഈ ചക്കരയും അടയും എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് അതുപോലെ. അങ്ങനെ തേനും പാലുമായിരുന്ന സമയത്താ ഒരു തവണ അയാൾ ഏട്ടനെ ഓട്ടം വിളിക്കാൻ വീട്ടിലേക്ക് വന്നത്. എൻ്റെ കാലക്കേട്. അന്ന് അയാൾ വന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു വീട്ടിൽ. പറയുമ്പോൾ അവളുടെ സ്വരത്തിലെ സങ്കടം മുന്നിലിരിക്കുന്ന 3 പേർക്കും കൃത്യമായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. അന്ന് അമ്മയും ഏട്ടനും കൂടി അയാളെ നല്ലോണം സൽക്കരിച്ചൊക്കെയാണ് പറഞ്ഞു വിട്ടത്. ആ ഇനത്തിൽ എനിക്ക് പോയത് 10 മുട്ടയും നല്ലൊരു പൂവനുമാണ്. എന്നിട്ടും ഞാനൊന്നും മിണ്ടാൻ പോയില്ല. കാരണം എന്തേലും മിണ്ടി അവസാനം അതൊരു വഴക്കാക്കാൻ എനിക്ക് വയ്യായിരുന്നു. പക്ഷേ അത് മുന്നോട്ട് എന്നും വഴക്കാവാനുള്ളൊരു കാരണമാകുമെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല. സംശയത്തോടെ 3 പേരുടെയും കണ്ണുകൾ അവളിൽ വന്നുറച്ചു. അയാൾക്ക് എന്നോട് പ്രേമം. ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടമായെന്ന് പോലും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ കല്യാണം കഴിക്കണമെന്ന്. ഞെട്ടിപ്പോയി 3 പേരും. പുച്ഛത്തിൽ അവളുടെ ചുണ്ടെന്ന് കൂടി. എന്നിട്ടെന്താ സീതമ്മേ, അജിത്തിനെ പോലെയുള്ള ഒരാളുടെ, അതായത് അത്രയും കാശുകാരൻ്റെ ഒരാലോചന വന്നാൽ എൻ്റെ അമ്മയും ചേട്ടനും വെറുതെ ഇരിക്കുമെന്ന് സീതമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? 2 പേരുടെയും കണ്ണ് നല്ലോണം മഞ്ഞളിച്ചു. ഈ ഒരു ആലോചനയുടെ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേണ്ടെന്ന് തീർത്തു പറഞ്ഞു. കാരണം അയാളുടെ രീതിയോ ഭാവമോ ഒന്നും തന്നെ എനിക്ക് ഇഷ്ടമായില്ല. ഒപ്പം മുഴുക്കൊടിയും ഞാനൊന്ന് കണ്ടതല്ലേ. എന്നിട്ടെന്താ, വേണ്ടെന്ന് പറഞ്ഞതിന് തുടങ്ങിയില്ലേ അമ്മയും ഏട്ടനും കൂടി. അയാൾ നല്ലവനാണ്, കാശുകാരനാണ്, 2-3 കോറിയുണ്ട്, ലോകം മുഴുവനും അയാളുടെ കീഴിലാണ്. പിന്നെ അയാൾ വസ്തു വാങ്ങിയിടാത്ത സ്ഥലങ്ങളില്ല. ആനയുണ്ട്, അമ്പാരിയുണ്ട് എന്ന് തുടങ്ങി അവർ 2 പേരോട് അയാളെ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആക്കി. അത് കേട്ടതും ആ നേരത്തും ആൽബി ചിരിച്ചുപോയി. പെണ്ണ് കണ്ണു ചുരുക്കിയെന്ന് നോക്കി. സോറിഡി,
ഇന്ത്യൻ പ്രസിഡന്റ് അവൻ്റെ കൂട്ടുകാരനാന്നൊക്കെ കേട്ടപ്പോൾ അന്നു മുതൽ പിന്നെ എന്നും രാവിലെയും വൈകിട്ടും കാണുമ്പോഴൊക്കെ അജിത്തിൻ്റെ ഗുണഗണങ്ങൾ പാടുന്നതായി അമ്മയുടെ പ്രധാന ജോലി. അതൊന്ന് ഒഴിയുമ്പോൾ ഏട്ടൻ പറഞ്ഞു തുടങ്ങും അയാളുടെ ജോലി സ്ഥലങ്ങൾ, അയാളെ കെട്ടിയാലുണ്ടാവുന്ന മെച്ചങ്ങൾ, അങ്ങനെ അങ്ങനെ. അതിലൊന്നും ഞാൻ വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഭീഷണിയായി. അല്ലെങ്കിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവളുടെ മുന്നിൽ ഭീഷണിക്ക് എന്ത് വില? അവളുടെ മുഖം തന്നെ മാറി, ഒപ്പം നിന്നവരുടെയും. ഭീഷണി എന്നിൽ ഒട്ടും ഫലിക്കുന്നില്ല എന്ന് കണ്ടതും വീണ്ടും പഴയ പോലെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് തുടങ്ങി. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ച ഏട്ടൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുമെന്നും അവർ ഏട്ടന് സ്വന്തമായി ഒരു കോറി കൊടുത്ത് ഏട്ടനെ അതിൻ്റെ മുതലാളിയാക്കുമെന്നൊക്കെയായിരുന്നു അമ്മയുടെ പരിഹാരം പറച്ചിൽ. പക്ഷേ അതൊക്കെ നടക്കണമെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കണം പോലും. അങ്ങനെ അമ്മയെയും ഏട്ടനെയും ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ എൻ്റെ കനിവാന്ന് പോലും വേണ്ടേ? ആ ബെസ്റ്റ്, കൊള്ളാം. ഇത് മാത്രമേ ഉണ്ടായിരുന്നുണ്ടോ അതോ വേറെയും എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുകൂടെ ഉണ്ടായിരുന്നു. അതെന്താ? അത് ഞാൻ ആളുമായുള്ള കല്യാണത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ആ ഒരു സന്തോഷത്തിന് അങ്ങേര് നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്നും ഞങ്ങളുടെ വീടിൻ്റെ പ്രമാണം നിശ്ചയത്തിൻ്റെ അന്ന് ഒക്കെ ബാധ്യത ഒഴിപ്പിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുവച്ച് തരുമെന്ന്. എങ്ങനെയുണ്ട് ഡീല്? കണ്ണു നിറഞ്ഞുകൊണ്ട് ചിരിക്കുന്നവളെ നോക്കി എന്തു പറയണമെന്നറിയാതെ മൂവരും ഹൃദയവേദനയോടെ അവളെ നോക്കി. അവിടം കൊണ്ടും തീർന്നില്ല സീതമ്മേ. പിന്നെ ഈ ഒരു സംസാരം തുടങ്ങിയതിന് ശേഷം ഇടയ്ക്കിടെ അയാൾ വിളിക്കാൻ തുടങ്ങി. വിളിക്കാനോ? വീട്ടിൽ അമ്മ ഉപയോഗിക്കുന്ന ആ ഫോണില്ലേ, അതിലേക്ക് എന്നെ കിട്ടാൻ വേണ്ടി. എടുക്കാതിരുന്നും ഒഴിഞ്ഞു മാറിയും ഞാൻ മടുത്തു. 1000 തവണ അമ്മയോടും ചേട്ടനോടും മാറി മാറി പറഞ്ഞു അയാളെ ഇഷ്ടമല്ല എന്ന്. അത് പറഞ്ഞ് പിറ്റേന്ന് മുതൽ അയാൾക്കൊപ്പം അയാളുടെ അമ്മയും കൂടി വിളിക്കാൻ തുടങ്ങി. അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് തുടങ്ങുകയും ചെയ്തു. കാരണം നേരെ ചൊവ്വേ ഇവരാണ് വിളിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവരുടെ ഫോൺ വരുമ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി ഒന്നെങ്കിൽ സീതമ്മയാണ് അല്ലെങ്കിൽ സുമചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞാവും മിക്കവാറും ഫോൺ എൻ്റെ കയ്യിൽ തരിക. അങ്ങനെ ഒരുപാട് തവണയായപ്പോൾ ഞാൻ പിന്നെ നിങ്ങളുടെ പേര് കേട്ടാലും അമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാതായി. അത് കേട്ടതും ശ്രീധരൻ്റെ ഒരു നോട്ടം സീതയിലേക്ക് എത്തി. അന്നും ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ ഇതുപോലെ ഒരു ഫോൺ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഞാൻ വീട്ടിലെത്തിയോ എന്നറിയാൻ വേണ്ടി സീതമ്മയാണ് വിളിക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തത്. സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് അത് അയാളുടെ അമ്മയായിരുന്നെന്ന്. കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യം കാണിക്കാതെ ഞാൻ ആ ഫോൺ കട്ട് ചെയ്തു. തൊട്ടു പിന്നാലെയാണ് അമ്മ വിളിക്കുന്നത്. അതാമ്മേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ. ബാക്കിയൊന്നും കേൾക്കാൻ നിൽക്കാതെ സീത അവളെ പോയി കെട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. ക്ഷമിക്കടി മോളെ, ആ നേരം ഓരോന്ന് കേട്ടതിൻ്റെ ആദിയിൽ നിന്നെ വിളിച്ചപ്പോൾ നീ കൂടി എന്നെ തള്ളിപ്പറഞ്ഞു എന്ന് തോന്നിയതിൻ്റെ ഒരു മനപ്രയാസം, ആ ഒരു സങ്കടവും വെപ്രാളവും ദേഷ്യവും ഒക്കെയാണ് ഞാൻ നിന്നോട് കാണിച്ചത്. ക്ഷമിക്കടി കൊച്ചെ എന്നോട്. അപ്പോൾ അങ്ങനെയൊക്കെയാ കാര്യങ്ങളല്ലേ? എന്നിട്ടിപ്പോൾ എവിടെ വരെയായി നിൽക്കുന്നു നിന്റെ കല്യാണാലോചന? ആൽബി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവൾക്കടുക്കലേക്ക് ചെന്ന് നിന്ന് തലയിൽ ഒന്ന് മേടിക്കൊണ്ട് വാത്സല്യത്തോടെ ചോദിച്ചു. അവരുടെ കണക്കിൽ ഇന്ന് ഞാനൊന്ന് മൂളിയാൽ പോലും നാളെ എൻ്റെ കല്യാണം നടക്കും. അവൾ സീതമ്മയുടെ കയ്യിൽ നിന്നും കൈ അടർത്തി മാറ്റി എഴുന്നേറ്റു. ഈ അജിത്ത് എങ്ങനെയാ കൊച്ചേ? കാണാനൊക്കെ മെനയുണ്ടോ? എന്താ സീതമ്മയ്ക്ക് ആലോചിക്കാനാ? പെണ്ണ് ചടയെന്ന് ചൊടിച്ചുകൊണ്ട് ശ്രീധരനെ കൂർപ്പിച്ചു നോക്കി. അത് കേൾക്കേണ്ട താമസം ആൽബി ഉറക്കെ ചിരിച്ചു. ഈ പെണ്ണ്, എടി കൊച്ചെ, അവൻ രൂപം കൊണ്ട് എങ്ങനെയാന്നാ ഞാൻ ചോദിച്ചത്. ശ്രീധരേട്ടൻ പെട്ടെന്ന് തപ്പിത്തടഞ്ഞു. അതിപ്പോൾ രൂപം കൊണ്ട് അളക്കാനാണെങ്കിൽ എൻ്റെ ഇന്ദ്രേട്ടൻ എന്താ കുറവ്? അവളുടെ ആ ഒറ്റ ചോദ്യത്തിലുണ്ടായിരുന്നു അവർക്ക് കിട്ടേണ്ട എല്ലാ മറുപടിയും. ശ്രീധരൻ്റെ മുഖം മങ്ങി. എൻ്റെ ശ്രീധരൻ മാമനെ, ഇങ്ങനെ മുഖം മാറ്റാതെ. ഇനിയിപ്പോൾ ആളുടെ രൂപം കേൾക്കാതെ എൻ്റെ ശ്രീധരൻ മാമന് സങ്കടം വരണ്ട. അയാളെ ഒന്ന് നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് അവൾ അജിത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങി. 6 അടി പൊക്കത്തിലധികം മുകളിലേക്ക് പോയി തോട്ട പോലെ. കാണാൻ വലിയ തെറ്റൊന്നും പറയാത്ത ഭംഗിയുള്ള ആളൊക്കെയാണ് ഈ പറയുന്ന അജിത്ത്. അത് രൂപം. അവൾ അടിവരയിട്ടു. ഇനിയിപ്പോൾ സ്വഭാവമാണ് സീതമ്മ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇന്ദ്രനേട്ടനെ തോൽപ്പിക്കുമാറ് വെള്ളമടിയുണ്ട്. നാക്കിൻ്റെ അടിയിലും മൂക്കിലും ഒക്കെ വലിച്ചു കയറ്റുന്നതും എന്തൊക്കെയോ എക്സ്ട്രാ പരിപാടികളും ആളുടെ കയ്യിലുണ്ട്. സ്വഭാവം ഇനിയിപ്പോൾ സംസാരവും പെരുമാറ്റവും ഓക്കെയാണെന്ന് അറിയേണ്ടതെങ്കിൽ എൻ്റെ ചേട്ടൻ പോലും ഇങ്ങനെ തെറി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത്രയ്ക്കാണ് അയാളുടെ ഭാഷയിലുള്ള ജ്ഞാനം, പെരുമാറ്റം. അങ്ങനെ എല്ലാം കൊണ്ടും സർവ്വഗുണസമ്പന്നനായ എൻ്റെ ആങ്ങളെപ്പോലെ ഒരുവനെയാണ് അവർ എനിക്ക് വേണ്ടിയും കണ്ടെത്തിയിരിക്കുന്നത്. എന്തേ പോരെ? കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും ഇതുപോലെ പുഞ്ചിരിക്കുന്ന ഒരു പെണ്ണ് അവർക്കൊക്കെ അത്ഭുതമായിരുന്നു.
കാരണം കാഴ്ചയിൽ ഇന്ദ്രൻ അതിസുന്ദരനാണ്. ശാരദയുടെ നിറം അതുപോലെ പറിച്ചു കിട്ടിയിരിക്കുന്നത് അവനാണ്. നിറം മാത്രമല്ല, ഏറെക്കുറെ രൂപസൗന്ദര്യവും. മണിക്കുട്ടിക്ക് പക്ഷേ അത്രയും നിറം കിട്ടിയിട്ടില്ല. അവൾക്ക് അവളുടെ അച്ഛൻ വീട്ടുകാരുടെ നിറവും രൂപവും ഒക്കെയാ കാഴ്ചയിൽ. അതും ഒരു പരിധിവരെ ശാരദയുടെ വേർതിരിവിന് കാരണമാണ്. സീതമ്മ തൻ്റെ മുന്നിലിരിക്കുന്നവളെ നോക്കി. ഗോതമ്പിൻ്റെ നിറമാണ് മണിക്കുട്ടിക്ക്. നീളം കഷ്ടി 5 അടി ഉണ്ടോയെന്ന് പോലും നിശ്ചയമില്ല. അധികം വണ്ണമൊന്നുമില്ലാത്ത കതിരി പോലെ ഒരു പെൺകുട്ടി. അല്ലെങ്കിൽ തന്നെ ആ വീട്ടിലെ ജോലി അത്രയും ചെയ്യുന്നവൾ ഈ കോലത്തിലായില്ലെങ്കിലല്ലേ സംശയമുള്ളൂ. അങ്ങനെ എടുത്തു പറയാൻ പാകത്തിൽ പനങ്കുല പോലെ നീണ്ട മുടിയോ അതിസൗന്ദര്യമോ നീണ്ട കണ്ണുകളോ ഒന്നുമില്ല. പക്ഷേ അവളെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വേർതിരിക്കാൻ പോകുന്ന എന്തോ ഒരു സൗന്ദര്യം അവളുടെ ആ മുഖത്തുണ്ട്. അതിൽ പ്രധാനം അവൾ നന്നായി ചിരിക്കുമ്പോൾ തെളിയുന്ന ആ ഒറ്റ നുണക്കുഴിയാണ്. ഒപ്പം താടിത്തുമ്പിൽ കാണുന്ന ദൃഷ്ടി കിട്ടാതിരിക്കാൻ വേണ്ടി എന്ന് തോന്നിപ്പിക്കുന്ന ഇത്തിരി വലിപ്പമുള്ള ആ തേന്മറുകും. എന്താടോ, നോക്കി നോക്കി ആ കൊച്ചിനെ താൻ കണ്ണു വെക്കുമോ? ആൽവി ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞ് നിൽക്കുന്നവളെ നോക്കി ഭാര്യയുടെ തോളിൽ തട്ടി ശ്രീധരൻ ചോദിച്ചു. ഏയ്, ഞാൻ നോക്കി ദൃഷ്ടിപ്പെടേണ്ട കാര്യമൊന്നും ഇപ്പോൾ അവളുടെ ജീവിതത്തിലില്ല. അല്ലെങ്കിൽ തന്നെ ആകെ ദൃഷ്ടിപ്പെട്ട ജീവിതമാണ് അവളുടെ. അല്ലെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ ഈ കുഞ്ഞിങ്ങനെ ഇത്രയും ദുഃഖവും ദുരിതവും വരുമോ? ചോദിക്കുമ്പോൾ അവരുടെ തൊണ്ട ഇടറുന്നതിനൊപ്പം കണ്ണും നിറഞ്ഞു. വിഷമിക്കാതെടോ, മുകളിലിരിക്കുന്നവൻ ഓരോരുത്തർക്കും അവരെക്കൊണ്ട് താങ്ങാവുന്നതൊക്കെ കൊടുക്കാറുള്ളൂ. അവരെ താങ്ങി താങ്ങി അവർക്ക് ഒട്ടും മുന്നിലേക്ക് പോകാൻ പറ്റില്ല എന്ന് ഭഗവാന് തോന്നുന്ന നിമിഷം അവൻ നേരിട്ടിറങ്ങി വരും അവരുടെ കൈപിടിച്ച് ഒപ്പം നടക്കാനായി. അവളെ നോക്കി ഒരു നെടുവീർപ്പോടെ അയാൾ പറയുമ്പോൾ കത്തിച്ചു വെച്ച വിളക്കിന് മുന്നിലിരിക്കുന്ന കൃഷ്ണരൂപം ഒന്ന് കണ്ണു ചിമ്മി. മര്യാദയ്ക്ക് എൻ്റെ കയ്യിൽ പിടിച്ച് നടക്കുന്നുണ്ടോ പൂവേ? തൻ്റെ കയ്യിൽ പിടിക്കാതെ തെന്നിയും തെറിച്ചും നടക്കുന്ന കുഞ്ഞിനോട് ഒച്ചയെടുക്കുകയായിരുന്നു ഹരിയാ നായർ. അച്ഛനും മോളും മുത്തശ്ശനും കൂടി ക്ഷേത്രത്തിലേക്ക് വന്നതായിരുന്നു. ഇന്ന് പൂവിൻ്റെ പക്കാനാളാണ്. 4 വയസ്സ് വരെ കുഞ്ഞിന് അരിഷ്ടത പറഞ്ഞിട്ടുണ്ട് ജാതകത്തിൽ. അതുകൊണ്ട് കുഞ്ഞിൻ്റെ പേരിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാറുണ്ട് എല്ലാ മാസവും. ഇന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ് എല്ലാവരും കൂടി. ഞാൻ വേണ്ട, എനിച്ച് നക്കാര്യാരീ. കയ്യിൽ പിടിക്കാൻ തുടങ്ങിയവൻ്റെ കൈയും തട്ടിമാറ്റി പെണ്ണ് കുറുമ്പോടെ അവനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കാൻ നോക്കി. ഊവ, നടക്കാനറിയാം, അതാ ഇപ്പോൾ ഉരുണ്ട് 2-3 തവണ വീണത്. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടവൻ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. നാം വീണതല്ലരീ. അവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞു വിരലുകൾ വേർപെടുത്താൻ പാടുപെട്ടുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് കിണുങ്ങി. അയ്യോ പാവം, നീ വീഴുന്നത് കണ്ടാൽ അത് വീഴ്ചയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമൊന്നുമല്ലല്ലോ എനിക്ക്, അല്ലേ? അവൾ ഊരാൻ നോക്കുന്ന വിരലുകളിൽ പിന്നെയും പിടുത്തം മുറുക്കിയവൻ. അരി നോക്കിച്ചേ, അത് നാം വീണതല്ല, അത് ഓക്ലേറ്റ് താഴെ പോയപ്പോൾ ഏത്തതാ, ഇല്ലേ മുത്തശ്ശ? അവനോട് വഴക്കിട്ടാൽ പിന്നെ ഒട്ടും കൈ അയക്കില്ല എന്നറിഞ്ഞവൾ മെല്ലെ കൊഞ്ചിക്കൊണ്ട് അവന് മനസ്സിലാക്കിക്കാൻ വേണ്ടി പറയുന്ന കേട്ടതും അത്രയും നേരം ഏറെ പിടിച്ചു നിന്ന ഹരി പോലും ചിരിച്ചുപോയി. ഇല്ലേ മുത്തശ്ശ? കൈമള മാഷ് വായ പൊത്തിപ്പിടിച്ച് ചിരിക്കുന്നതല്ലാതെ മറുപടി പറയുന്നില്ലെന്ന് കണ്ട് പെണ്ണ് പിണങ്ങിയ പോലെ വീണ്ടും ചോദിച്ചു. ആന്നേ, എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ 3 തവണയും കയ്യിലിരുന്ന ചോക്ലേറ്റ് എടുത്തതാ ഹരി. അല്ലാതെ എൻ്റെ ബിഗ് ഗേൾ നടക്കുമ്പോൾ ഉരുണ്ട് വീഴുമോ? അല്ലേടാ? ആ, സത്യം, ഈ അരിക്ക് ഒന്നും അറിയില്ല, അല്ലേ മുത്തശ്ശ? കുഞ്ഞി കൈകൊണ്ട് സ്വന്തം തലയിൽ തട്ടി അവൾ ഹരിയെ നോക്കി പാവം വെച്ചു. ആടി, എനിക്കൊന്നും അറിയില്ല, ഒക്കെ നിനക്ക് നിൻ്റെ മുത്തശ്ശനുമേ അറിയുള്ളൂ. ഇത്തിരി കെറുവോടെ മോളോട് പറയുന്നവനെ നോക്കി കൈമള് മാഷ് നാലമ്പലത്തിനകത്ത് കൂടിയിരിക്കുന്ന ചൈതന്യത്തെ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോഴും ആ പ്രാർത്ഥന കേട്ട പോലെ അകത്തിരുന്ന കുഞ്ഞീഷ്ണൻ കണ്ണു ചിമ്മി. അരി അരി അരിയേ, എൻ്റെ പൊന്ന് ഹരി, നീ അവൾ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഈ നാട്ടിലുള്ളവരും നിന്നെ അരിയെന്നും ചാക്കെന്നും ഒക്കെ വിളിച്ചു തുടങ്ങും കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. കളിയായും കാര്യമായും മാഷ് മകനെ നോക്കി പറഞ്ഞതും എൻ്റെ പൊന്നച്ച, അവളുടെ കളിക്കൊപ്പം നിന്നാൽ ഈ റിവേഴ്സ് എടുക്കുന്നത് പോയി എവിടെയെങ്കിലും തട്ടും. അങ്ങനെ ആയാൽ പിന്നെ നന്നായി. അവൻ പിന്നിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അച്ഛന് മറുപടി കൊടുത്തു. അത് റിവേഴ്സ് എടുക്കുന്നത് നീ കണ്ണും കൊണ്ട് നോക്കിയിട്ടല്ലേ, അല്ലാണ്ട് നാവും കൊണ്ടൊന്നുമല്ലല്ലോ. കോ ഡ്രൈവർ സീറ്റിൽ കുഞ്ഞിപ്പെണ്ണിനെയും പിടിച്ചിരുത്തി കൈമള് മാഷ് അങ്ങനെ ചോദിച്ചതും കള്ളിപ്പെണ്ണിൻ്റെ മുഖത്തും അതേ ഗൗരവമായി. ഒന്നാമത് പരിചയമില്ലാത്ത വഴി, അതിൻ്റെ കൂടെ നിങ്ങൾ രണ്ടിൻ്റെയും കളിക്ക് നിന്ന് കോൺസെൻട്രേഷൻ പോയാലുണ്ടല്ലോ, വണ്ടിയുടെ പിൻഭാഗം മാറ്റാനുള്ള കാശ് അപ്പൂപ്പനും കൊച്ചുമോളും കൂടി തരേണ്ടി വരും.
പരിചയമില്ലാത്ത വഴി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നേരമെടുത്താണ് ഹരി റിവേഴ്സ് ചെയ്തത്. ഈ അരി ദുസ്തനാ അല്ലേ മുത്തശ്ശ? താൻ വിളിച്ചിട്ട് മറുപടി പറയാത്ത അച്ഛനെ നോക്കി പെണ്ണ് കവളും വീർപ്പിച്ച് മുഖവും വെട്ടിച്ച് മുത്തശ്ശൻ്റെ നെഞ്ചിലോട്ട് തലമുട്ടിച്ച് കിടന്നു. ദുഷ്ടനോ? ഞാനോ? കുറച്ചു മുന്നേ നിനക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞ് ജ്യൂസ് വാങ്ങി തന്നപ്പോൾ ഞാൻ നല്ലവനായിരുന്നല്ലോ. അരി അരി സൂപ്പറാണെന്ന് പറഞ്ഞ് 2 കവളിലും തോരം നീ അല്ലേടി എനിക്ക് ഉമ്മ തന്നത്. വണ്ടി ഓടിക്കുന്നതിനിടയിലും ഹരി അവളെ നോക്കി കിർവിച്ചു. അപ്പം അരി സൂപ്പറായിരുന്നു, പക്ഷെ ഇപ്പോൾ ദുസ്തനാ. അവനെ നോക്കാതെ പോലും പെണ്ണ് വീണ്ടും പറഞ്ഞതും ഹരിയുടെ കണ്ണൊന്ന് ചുരുങ്ങി. അരി ഭയങ്കര ദുഷ്ടനാടി. അച്ഛൻ്റെ നെഞ്ചിലേക്ക് 2 കൊമ്പുകളും ഊന്നി കണ്ണു പൊത്തിയിരിക്കുന്നവളെ കാണാൻ ചിരിയോടെ അവൻ പിന്നെയും ചോദിച്ചു. ആ അല്ലേ, പൂവിൻ്റെ സ്മോൾ ദോശ വാങ്ങിച്ചു തരത്തില്ലേ? ഓ അങ്ങനെ. പരാതി പോലെ പറയുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ കൊമ്പിൽ പിടിച്ചു വലിച്ച് അവൻ ചിരിച്ചു. അരി മിത്തികേടാക്കല്ലേ. അവൻ്റെ കൈ തട്ടിമാറ്റി പെണ്ണ് ദേഷ്യപ്പെട്ടു. ഹാ, ഇതാ നന്നായത്. ഞാനല്ലടി രാവിലെ നിനക്ക് ഈ 2 കൊമ്പും കെട്ടിത്തന്നത്. അതുകൊണ്ട് മിത്തികേതാക്കണോ? പെണ്ണ് ദേഷ്യത്തോടെ ചോദിച്ചതും ഹരി എന്തു മറുപടി പറയണമെന്നറിയാതെ അച്ഛനെ നോക്കി. നിന്റെ മോളല്ലേ, മറുപടി കൊടുക്ക്. അച്ഛൻ വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി ചിരിക്കാൻ തുടങ്ങി. അച്ഛനായി ഈ പെണ്ണിനെ ആവശ്യമില്ലാത്തതൊക്കെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, അവൾക്ക് എന്നെ ഒരു വിലയുമില്ല. ഉണ്ടരി, നല്ല വിലയുണ്ട്. അച്ഛനോട് ചോദിച്ചതിന് കുഞ്ഞിപ്പെണ്ണ് മറുപടി തന്നതും തലയ്ക്കൊന്ന് കൊട്ടി ഹരി നേരെ നോക്കിയിരുന്നു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ചാടിക്കടിച്ച് എൻ്റെ വായടപ്പിക്കാൻ നിനക്ക് നല്ല കഴിവല്ലേ. ഇപ്പോൾ എന്തേ മോളെ മര്യാദ പഠിപ്പിക്കുന്നില്ലേ? ഇതാണ് പറയുന്നത്. ദൈവം നേരത്തെയൊക്കെ പിന്നെയായിരുന്നു, ഇപ്പോൾ അപ്പോഴപ്പോഴാണെന്ന്. അന്നത്തെ ആ പ്രശ്നത്തിൽ പൈസ കൊടുത്ത് കാര്യം ഒതുക്കുന്നതിന് പകരം ശ്രീധരനും സീതയും പറഞ്ഞ പോലെ ആ കുട്ടിയോടൊന്ന് സംസാരിക്കുന്നതിനെപ്പറ്റി ഓരോ തവണയും ഹരിയോട് പറയുമ്പോഴും ലോകത്തെങ്ങുമില്ലാത്ത മുട്ടാന്യായങ്ങൾ പറഞ്ഞ് അവൻ അദ്ദേഹത്തിൻ്റെ വായടപ്പിച്ചുകൊണ്ടിരുന്നു. ആ കാര്യത്തെയാണ് അച്ഛൻ ഇതിനിടയിലേക്ക് കൂട്ടിക്കെട്ടുന്നത് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഹരി അപ്പൂപ്പനും കൊച്ചുപോൾക്കും മറുപടിയൊന്നും കൊടുക്കാതെ വണ്ടി നേരെ ഓടിച്ചു. അരി നിച്ച് ബെസക്കുന്നു. ബെസ്സെന്നാൽ നിച്ച് ദേഷ്യം വരുമേ. എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ മിണ്ടുന്നില്ല. എവിടെയും കൊണ്ടുപോയി ആഹാരം വാങ്ങാൻ നിൽക്കുന്നില്ല എന്ന് കണ്ടതും കുഞ്ഞിപ്പെണ്ണ് ടെറർ മോഡ് ഓൺ ചെയ്തു. എൻ്റെ പൊന്ന് ഹരി, വണ്ടി ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് കയറ്റ് നീ. അല്ലെങ്കിൽ ഈ പെണ്ണ് വണ്ടിയിൽ കിടന്ന് നിലവിളിക്കുന്ന ആരെങ്കിലും കേട്ടാൽ നമ്മൾ പിള്ളേരെ കടത്തിക്കൊണ്ട് പോവുകയാണെന്ന് അവർ കരുതും. ഇവളാണെങ്കിൽ ആഹാരം വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കള്ളസാക്ഷി വേണമെങ്കിലും പറയുന്ന സാധനവും. ഈ പ്രായത്തിൽ 2 ദോശയ്ക്ക് പകരം ഇനി പോലീസ് സ്റ്റേഷനിലൊന്നും കയറി ഇറങ്ങാൻ വയ്യ മോനെ. അച്ഛൻ്റെ ദയനീയമായ പറച്ചിൽ കേട്ടപ്പോൾ ഹരി അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. കാരണം പെണ്ണ് അങ്ങനെയും ചെയ്തെന്നിരിക്കും. ഇടവഴി കയറി വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു വാതിക്കൽ നിന്ന് എത്തി നോൽക്കുന്ന അമ്മയെ. സാധാരണ ഇങ്ങനെയൊരു കാഴ്ച പതിവില്ലാത്തതുകൊണ്ട് ഇന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷ മനസ്സിലുള്ളതിനാലാവും അവർ അതൊന്നും ശ്രദ്ധിക്കാതെ വീടിനകത്തേക്ക് കൊണ്ടുപോയി സൈക്കിൾ വെച്ചിട്ട് കവറുകൾ ഓരോന്നായി അതിൽ നിന്നും ഊരിയെടുത്തു. ഇന്ന് പാൽ കൊടുക്കാൻ പോയിട്ട് നീ എന്താ ഇത്രയും താമസിച്ചത്? താമസിച്ചു. അത്രയും പറഞ്ഞ് കയ്യിലുള്ള കവറുമായി അവൾ അകത്തേക്ക് നടന്നു. അടുക്കളയിൽ ചെന്നത് വെച്ചതും അവരോടിപ്പോയി കവറുകൾ തുറന്നു. ഇതെന്താ, നീ കൊണ്ടുപോയ പാലൊന്നും കൊടുത്തില്ലേ ആർക്കും? 12 കുപ്പിയിൽ 6 കുപ്പിയും തിരിച്ചു കൊണ്ടുവരിക്കുന്ന കണ്ട് അവരന്തിച്ച് കുടത്തിൽ നിന്നും പച്ചവെള്ളം കോരി മടമടാന്ന് കുടിക്കുന്ന മകളെ നോക്കി ചോദിച്ചു. അതിന് മറുപടിയൊന്നും പറയാതെ പെണ്ണവരെ കടന്ന് മുറിയിലേക്ക് പോയതും അവരവളെ കൈപ്പിടിയിൽ പിടിച്ചു നിർത്തി. നിനക്കെന്താടി, എന്നെ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട് അമ്മ, കേൾക്കാനും പറ്റുന്നുണ്ട്. ഇനി എന്തെങ്കിലും? കൈ രണ്ടും മാറിൽ പിണച്ചു കെട്ടി മണിക്കുട്ടി അവർക്ക് മുന്നിലായി നിന്നു. അപ്പം പിന്നെ ഇത്രയും നേരം നിന്റെ വായിലെന്താ, പൂച്ച പെറ്റു കിടക്കുകയായിരുന്നോ? ചിലപ്പോൾ ആയിരിക്കും. അവരോട് ഒരു വാക്കുപോലും സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ പെണ്ണവരെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയതും പിന്നെയും വഴി മുടക്കിക്കൊണ്ട് അവരവൾക്ക് മുന്നിൽ കയറി നിന്നു. ഈ പാലൊക്കെ എന്താ നീ കൊടുക്കാതെ വന്നത്? അമ്മ കുടിച്ചോട്ടെ എന്ന് കരുതി. നിസ്സാരം പോലെ മുഖം കോടിച്ചുകൊണ്ട് അവൾ പോയി കട്ടിലേക്ക് കിടന്നു. നിന്നെ എന്താടി പെണ്ണെ, പൊട്ടം കടിച്ചോ? ചോദിക്കുന്നതിനൊക്കെ തറുതല മാത്രമേ ഉള്ളല്ലോ. ശാരദ ദേഷ്യം കൊണ്ട് തുള്ളി. എൻ്റെ കയ്യിലുള്ളതല്ലേ അമ്മയ്ക്ക് തരാൻ പറ്റൂ. ദേ പെണ്ണെ, കൂടുതലങ്ങ് വിളയല്ലേ. നിന്നോട് നേരെ ചൊവ്വേ ഒരു കാര്യം ചോദിച്ചാൽ പറയാൻ വയ്യേ നിനക്ക്? അമ്മയ്ക്കിപ്പോൾ എന്താ അറിയേണ്ടത്? ആ പാൽ എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നോന്നോ? എങ്കിൽ കേട്ടോ, കാരണം പറയാതെ 4-5 ദിവസം പാല് കൊടുക്കാത്തത് കൊണ്ട് അവരൊക്കെ വേറെ ഇടങ്ങളിൽ പാലാക്കിയെന്ന്. അത്
അതെങ്ങനെ ശരിയാവും? മനുഷ്യനല്ലയോ? എന്തെങ്കിലുമൊക്കെ ദീനം വന്ന് 4 5 ദിവസം മാറിപ്പോയെന്ന് കരുതി അങ്ങനെ അങ്ങ് മാറിക്കൊടുക്കാൻ പാടുണ്ടോ? ഇതിനൊക്കെ ഒരു നേരും നിറവുമില്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. പാല് മുടങ്ങിയ കാര്യം അവരെ അറിയിക്കാതെ നമ്മൾ തന്നെ ഈ നേരും നിറയുടെയും കാര്യം വിളിച്ചു പറയണം. പ്രത്യേകിച്ചും എൻ്റെ ഈ അമ്മയും ആങ്ങളെയും. കാരണം ഈ ലോകത്ത് അത് പറയാൻ നിങ്ങളുടെ അത്രയും യോഗ്യത വേറെ ആർക്കുമില്ലല്ലോ. പുച്ഛത്തോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ടതും അത്രയും ദേഷ്യം അടങ്ങാതിരുന്നവർ അവളുടെ കയ്യിൽ പിടിച്ച് കട്ടിലിരുത്തിക്കൊണ്ട് തോളിൽ ഒറ്റ അടി കൊടുത്തു. കയ്യും തടവി കണ്ണും നിറച്ചവൾ അവരെ നോക്കി. എന്താടി നിനക്ക്? എന്തിൻ്റെ അഹങ്കാരമാണ് നീ കാണിക്കുന്നത്? എന്താമ്മ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? കൊല്ലാക്കൊല ചെയ്യുന്നെന്നോ? ആരാണ് നിന്നെ കൊല ചെയ്തേ? പുറത്തുനിന്ന് ആരും വേണ്ടല്ലോ, കുടുംബത്തിൽ തന്നെ ആവശ്യത്തിലധികം പേരില്ലേ? ഈ വീട്ടിൽ നിന്നും ആര് നിന്നെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് 10 പൈസ ഉണ്ടാക്കുന്നതെന്ന് കരുതി കൂടുതൽ അഹങ്കാരം കാണിക്കാൻ നിന്നാലുണ്ടല്ലോ പെണ്ണെ. നിന്നാൽ എന്താ അമ്മ? ഞാൻ എന്ത് അഹങ്കാരം കാണിച്ചാലും അത് ഞാൻ മുറിയെ കഷ്ടപ്പെട്ടതിൻ്റെയാണ് കാണിക്കുന്നത്, അല്ലാതെ ആരെയും പറ്റിച്ചും പിടിച്ചുപറിച്ചും കൂട്ടിക്കൊടുത്തുമൊന്നും. ബാക്കി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ശാരദയുടെ കൈ അവളുടെ കവിളിൽ പലതവണ വീണിരുന്നു. നല്ലോണം പേടിച്ചു തന്നെയാണ് അവൾ ഗേറ്റിൻ്റെ ഒരഴി തുറന്നത്. അകത്തേക്ക് കയറുമ്പോൾ എന്താകും ഇനി ഉണ്ടാവുക എന്നതിൻ്റെ ഭയപ്പാട് അവളുടെ മുഖത്ത് നല്ലോണം ഉണ്ടായിരുന്നു. എത്ര പേടിച്ചാലും വന്ന കാര്യം നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ അവൾ അകത്തേക്ക് നടക്കുമ്പോഴാണ് കാണുന്നത് ഇത്തിരിയില്ലാത്ത കുഞ്ഞുടുപ്പുമായി ഒരു കുഞ്ഞുമോള് കരഞ്ഞോണ്ട് പുറത്തേക്ക് ഓടി വരുന്നത്. നിച്ച് വേണ്ട, നിച്ച് കുളിച്ചണ്ട, നാം കുച്ചൂല. കാറിക്കൂവി നിലവിളിച്ച് കുഞ്ഞിപ്പെണ്ണ് ചരലിട്ട മുറ്റത്തിലൂടെ ഓടിയതും പിടഞ്ഞു തണ്ണി മണ്ണിലേക്ക് വീണു. അരി, മുത്തശ്ശ! കുഞ്ഞ് വലിയ വായിലെ നിലവിളിക്കുന്ന കണ്ടതും മണിക്കൂട്ടി ഓടിപ്പോയി അവളെ താങ്ങിയെടുത്തു. പൊന്നെ കരയല്ലേടാ, ഒന്നും പറ്റിയില്ല മോക്ക്. അവളുടെ ദേഹത്തു നിന്നും മണ്ണൊക്കെ തുടച്ചു കൊടുത്ത് നോക്കുമ്പോഴാണ് കയ്യിൽ ചെറിയൊരു മുറിവ് കാണുന്നത്. തോര, അരി തോര! കയ്യിലെ ചോര കാണെ കുഞ്ഞിപ്പെണ്ണ് പിന്നെയും വലിയ വായിലെ നിലവിളിക്കാൻ തുടങ്ങി. അതോടെ കണ്ടതും തോളിലുള്ള സഞ്ചി നിലത്തിട്ട് മണിക്കുട്ടി ചുറ്റുമൊന്ന് നോക്കി. സൈഡിൽ ചെടി നനയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈപ്പിനടുത്തേക്ക് അവൾ കുഞ്ഞുമായി ഓടിച്ചെന്നു. അയ്യോ മേന്ത, കുച്ചണ്ട, തോര! ആകെ കൂടി അവൾ വലിയ വായിലെ കരയുന്ന കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ മണിക്കുട്ടി ഒരു നിമിഷം നിലത്തോട്ട് നിർത്താൻ പോയതും കുഞ്ഞ് അതേപോലെ തോളിലേക്ക് ചാടി. ഇല്ലടാ പൊന്നെ, കുളിപ്പിക്കാനല്ല, പൊന്നിൻ്റെ കയ്യിലെ മുറിവ് കഴുകാനാ. നോക്കിയേ, ചോര വരുന്നു. കൈ ഒന്ന് കഴുകിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും വീണ്ടും ചോര വരുന്ന കണ്ടതും കുഞ്ഞിപ്പെണ്ണ് വലിയ വായിലെ വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അവളുടെ നിലവിളിയും കരച്ചിലുമൊന്നും അകത്തുള്ളവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഉച്ചത്തിലാണ് ഹാളിലെ ടിവിയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നത്. പൊന്നെ കരയല്ലേ, നമുക്ക് കഴുകണ്ട, തീർന്നില്ലേ പ്രശ്നം? അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് ഒരിത്തിരി ശാന്തതയിലായി. പക്ഷെ അപ്പോഴും വേദന കാരണം അവളുടെ ചുണ്ട് വിതുമ്പുന്നുണ്ടായിരുന്നു. കരയല്ലേടാ പൊന്നെ! അവൾ കണ്ണ് തുടച്ചു കൊടുക്കുന്നതിനൊപ്പം മണിക്കുട്ടിയുടെയും കണ്ണ് നിറഞ്ഞൊഴുകി. നീ എന്തിനാ കരയുന്നേ? നീയും തോര വന്നോ? മണിക്കുട്ടി കരയുന്ന കണ്ടതും സ്വന്തം കരച്ചിലും മറന്ന് അവൾ ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല, പൊന്ന് കരയുന്ന കണ്ടപ്പോൾ എനിക്കും സങ്കടം വന്നതാ. ആന്നോ? നാം കയുമ്പം അരി ഇങ്ങനാ. കുഞ്ഞി കൈകൊണ്ടവൾ ആ മുഖം തുടച്ചു കൊടുത്തു. പൂത്താങ്കിരി പറയുന്ന പലതും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ലെങ്കിലും വെറുതെ ഒക്കത്തിനും പെണ്ണ് തലയാട്ടിക്കൊടുത്തു. അല്ല, പൊന്നിൻ്റെ പേരെന്താ? അവൾ കുഞ്ഞിൻ്റെ ശ്രദ്ധ തിരിക്കാനെന്ന പോലെ ചോദിച്ചു. നാം നക്ഷത്ര, എല്ലാവരും പൂവേന്ന് വിച്ചു. കരച്ചിലിനിടയിലും കുഞ്ഞിപ്പെണ്ണ് കുണുങ്ങിച്ചിരിച്ചു. ആണോ? എന്നാൽ ഞാൻ പൊന്നൂന്നേ വിളിക്കത്തുള്ളൂ കേട്ടോ. ആണോ? അത് ഇഷ്ടപ്പെട്ട പോലെ കുഞ്ഞിപ്പെണ്ണ് മൂളി. അപ്പോൾ നിൻ്റെ പേരെന്താ? പെട്ടെന്ന് ഓർത്ത പോലെ കുഞ്ഞ് അവളുടെ പേര് ചോദിച്ച്. നിൻ്റെ പേര്? പേര്? ആകാംക്ഷയുടെ മോള് ആ കണ്ണിലേക്ക് നോക്കി. എൻ്റെ പേര് കൺമണി, എല്ലാവരും എന്നെ മണിക്കുട്ടിയെന്ന് വിളിക്കും. അവൾ മെല്ലെ കുഞ്ഞിനെ പൈപ്പിനടുത്തേക്ക് താഴ്ത്തി ആ കൈ കഴുകി. ഇത്തിരി ഒന്ന് നീറിയെങ്കിലും മണിക്കുട്ടി പലതും പറഞ്ഞ് അവളുടെ ശ്രദ്ധ മാറ്റി. അപ്പം നിൻ്റെ പേര് കൺമണി ഇല്ലേ? അപ്പം ഞാൻ നിന്നെ കണ്ണീന്ന് വിച്ചാം, ഓക്കെ? കണ്ണീന്നോ? ഓക്കെ അല്ലേ? ഓ, ഓക്കെ. മണിക്കുട്ടി അവൾക്കൊപ്പം ചിരിച്ചു. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്ത എല്ലാ കൂട്ടുകാരോടും നന്ദി. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. അതുപോലെ കമൻസും തരണേ.